കണ്ണൂർ വിഷൻ സക്സസ് സ്റ്റോറിയിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് ഹൃദ്യമായ സ്വാഗതം. സക്സസ് സ്റ്റോറി ടീം എന്നുള്ളത് കോടിയേരി മലബാർ ക്യാൻസർ സെന്ററിന് സമീപം ശ്രീവത്സം എന്ന വീട്ടിലാണ്. ഞങ്ങളൊരു യുവ IPS കാരനെ തേടിയാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, സക്സസ് സ്റ്റോറിയിൽ സീനിയർ ആയിട്ടുള്ള സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരാണ് വന്നിട്ടുള്ളത്. നമ്മുടെ മുൻ DGP KJ ജോസഫ് സാറും തുളസീദാസ് IAS ഒക്കെ എന്ന് പറഞ്ഞാൽ 8 വർഷം മണിപ്പൂരിൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന തുളസീദാസ് ഉൾപ്പെടെയുള്ള സീനിയർ ആയിട്ടുള്ള IPS IAS ഉദ്യോഗസ്ഥരാണ് സക്സസ് സ്റ്റോറിയിൽ വന്നു പോയിട്ടുള്ളത്. ആദ്യമായാണ് ഞങ്ങളൊരു യുവ IPS കാരനെ തേടിയെത്തുന്നത്. അതിന് കാരണങ്ങൾ പലതാണ്. ജീവിതത്തിൽ ചിലപ്പോൾ നമ്മളൊന്ന് പകച്ച് നിന്നു പോകാം ചില പ്രതിസന്ധികൾ വരുമ്പോൾ. ആ പ്രതിസന്ധികളെ നെഞ്ചുറപ്പോടെ ചങ്കൂറ്റത്തോടെ നേരിട്ട് അതിനെ അതിജീവിച്ച് കടന്നു വന്ന ഒരു അയൺ മാൻ. അദ്ദേഹത്തെക്കുറിച്ച് നിങ്ങളൊക്കെ പല സ്ഥലത്തും വായിച്ചിട്ടുണ്ടാവും. ഇത് കേരളത്തിൽ പണ്ട് SSLC റാങ്കൊക്കെ ഉണ്ടായിരുന്നപ്പോൾ 6ാം റാങ്കുകാരനായിരുന്നു ഇദ്ദേഹത്തെ ഇൻ്റർവ്യൂ ചെയ്യാൻ അന്ന് വന്നൊരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. ഇന്ന് അദ്ദേഹം IPS നേടി സിവിൽ സർവീസിൽ വളരെ നല്ല നിലയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിലാണ് വീണ്ടും നിതിൻ വത്സൻ എന്ന യുവ IPS കാരനെ തേടി ഞങ്ങൾ എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് ഞങ്ങളുള്ളത്. അദ്ദേഹം ഇന്ന് ഗോവയിലാണ് സേവനമനുഷ്ഠിക്കുന്നത്. അദ്ദേഹത്തിൽ നിന്ന് തന്നെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഞാൻ ഒത്തിരി പറഞ്ഞു പോകുന്നില്ല. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം. നിതിൻ വത്സൻ, സക്സസ് സ്റ്റോറിയിലേക്ക് ഏറെ ഹൃദ്യമായ സ്വാഗതം. താങ്കൾ പഠിച്ചതൊക്കെ എവിടെയാണ് നിതിൻ വത്സൻ? ഞാൻ 10ാം ക്ലാസ് വരെ പഠിച്ചത് സെൻറ്റ് ജോസഫ്സ്, അന്ന് ബോയ്സ് ഹൈസ്കൂളായിരുന്നു, ഇന്നത്തെ ഹയർ സെക്കൻഡറി സ്കൂൾ. 10th അവിടെ പഠിച്ചു. അത് കഴിഞ്ഞ് 11th 12th ഞാൻ തൃശ്ശൂരിലാണ് പഠിച്ചത്. തൃശ്ശൂർ PC തോമസ് സാറിന്റെ ശിഷ്യനായിരുന്നു. തോമസ് സാറിന്റെ ശിഷ്യനായി തോമസ് സാറിന്റെ ഹോസ്റ്റലിൽ തന്നെ നിന്ന് സെന്റ് തോമസ് സ്കൂൾ, അവിടെയാണ് +2 പഠിച്ചത്. അത് കഴിഞ്ഞ് എനിക്ക് എഞ്ചിനീയറിംഗ് കിട്ടി. ഞാൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാലിക്കറ്റ്, NIT കാലിക്കറ്റിൽ മുക്കത്ത് BTech ഇലക്ട്രോണിക്സിൽ ചെയ്തു. അതിനുശേഷം എനിക്ക് അതിൽ നിന്ന് ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടി. ക്യാമ്പസ് പ്ലേസ്മെന്റ് കിട്ടിയിട്ട് എനിക്ക് ഡെൽഫി ഓട്ടോമോട്ടീവ് സിസ്റ്റംസ് എന്ന് പറഞ്ഞൊരു US കമ്പനിയിലായിരുന്നു, ബാംഗ്ലൂർ. ഡൽഹിയിൽ വർക്ക് ചെയ്യുന്ന സമയത്താണ് എനിക്ക് സിവിൽ സർവീസ് ചെയ്താൽ കൊള്ളാന്നുള്ള ഒരു ആഗ്രഹം വന്നു. പ്രത്യേകിച്ച് ഇല്ല. അത് ആക്ച്വലി എൻ്റെ ഫുൾ ക്രെഡിറ്റ് ഞാനൊരു അച്ഛനാണ് കൊടുക്കുന്നത്. അച്ഛന്റെ പേരെന്താണ്? CP വത്സൻ. എന്താ ചെയ്യുന്നത്? അച്ഛൻ BSNL റിട്ടയർഡ് ആണ്. അമ്മ റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റിട്ടയർ ചെയ്തു. എന്താണ് പേര്? ചന്ദ്രി. അച്ഛൻ അങ്ങനെ ഒരു വിത്ത് മനസ്സിൽ പാകിയില്ല? അല്ല, അച്ഛൻ അങ്ങനെ വിത്ത് മനസ്സിൽ പാകിയല്ല. കാരണം ഞാൻ പറയാം. അപ്പം ഞാൻ NIT പഠിച്ചിറങ്ങുന്ന സമയത്ത് എൻ്റെ കൂടെ തന്നെ പഠിച്ചിറങ്ങിയ കുറേ കുട്ടികളുണ്ടായിരുന്നു, നമ്മുടെ ബാച്ച് കോളേജ് ഫ്രണ്ട്സ്. അപ്പോൾ എല്ലാവരും ഒരു എന്താണ് ഭാവിയിൽ എന്താ ചെയ്യേണ്ടതെന്നുള്ളൊരു തീരുമാനം എടുക്കാൻ. അപ്പോൾ അധികം ആൾക്കാരും തീരുമാനം എടുത്തത് അവർ GRE അല്ലെങ്കിൽ GMAT അല്ലെങ്കിൽ CAT എക്സാം എഴുതി മൾട്ടിനാഷണൽ കമ്പനീസിൽ പോയി വിദേശത്തോട്ടും അങ്ങനെ പോകാനുള്ള പ്ലാനായിരുന്നു. അപ്പോഴാണ് അച്ഛൻ എപ്പോഴും എന്നോട് ചെറുപ്പത്തിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മൾ എത്ര വലിയ ആളായാലും ശരി, നമ്മൾ എത്രത്തോളം ഉയർന്നാലും ശരി, നമുക്ക് സമൂഹത്തിനോടൊരു ഉത്തരവാദിത്വമുണ്ട്. വി ഹാവ് ടു ഗിവ് ബാക്ക് സംതിങ് ടു അവർ സൊസൈറ്റി. അത് ചെറുപ്പത്തിൽ വളരെയധികം പറഞ്ഞിട്ടുണ്ട്. അത് എന്നെ വളരെയധികം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ ഒരു ഡിസിഷൻ എടുക്കും. ഈ ഒരു സിറ്റുവേഷനിൽ, ആ ഒരു വളരെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഡിസിഷൻ, ഇനി എന്താണ് കരിയർ, എങ്ങോട്ട് മുന്നോട്ട് പോകണോ, പ്രൈവറ്റൈസേഷനിൽ പോകണോ, അങ്ങനെ പോകണം. സിവിൽ സർവീസിൽ ഒരു ഓപ്ഷൻ വന്നത്. സിവിൽ സർവീസ് കൂടിയാണ് നമുക്ക് സൊസൈറ്റീനെ ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു ജോലിയാണ് സിവിൽ സർവീസ്. അപ്പോൾ ആ ഒരു ഇതുകൊണ്ടും പിന്നെ ഇതിൽ നിന്ന് ആർജിക്കാൻ പറ്റുന്ന നോളജ് അത് ഇമ്മൻസ് ആണ്. ഈ 2 റീസൺസ് കൊണ്ടാണ് ഞാൻ സിവിൽ സർവീസ് പഠിക്കുന്നത്. ശരാശരി മനുഷ്യന് ഇന്ത്യയിൽ ഇന്ന് ആഗ്രഹിക്കാവുന്ന ഏറ്റവും വലിയ സംവിധാനം തന്നെയാണ് സിവിൽ സർവീസ്. അതിനകത്താണ് എത്തിപ്പെടുന്നത്. ഈ റാങ്ക് ഉള്ള കാലഘട്ടത്തിലാണല്ലോ 10ാം ക്ലാസ്സിൽ ലക്ഷക്കണക്കിന് 5 ലക്ഷം കുട്ടികൾ അന്ന് പരീക്ഷിക്കുന്നത്. അതിനകത്ത് 6ാം റാങ്കുകാരനായി മാറി. അതൊക്കെ ആ കാലഘട്ടത്തിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുക? ഫുൾ ക്രെഡിറ്റ് ഐ വിൽ ഗിവ് ടു മൈ ടീച്ചേഴ്സ് ഫ്രം സെന്റ് ജോസഫ് സ്കൂൾ, സെന്റ് ജോസഫ്സ് ബോയ്സ് ഹൈസ്കൂൾ. അന്നത്തെ ബോയ്സ് സ്കൂളാണ്. അപ്പോൾ ഇപ്പോൾ ഹയർ സെക്കൻഡറി സ്കൂളാണ്. അപ്പം അന്ന് ഇപ്പോൾ അവിടുത്തെ മാസ്റ്റർ പ്രിൻസിപ്പൾ ഡെന്നി മാഷ്, പിന്നെ മത്തായി മാഷ്, മരിച്ചുപോയ ജയൻ മാഷ്, പിന്നെ മാർക്കോസ് മാഷ്, കുറേ മാഷന്മാരുണ്ട്. പിന്നെ പറയാനാണെങ്കിൽ കുറേ ആഗ്നസ് ടീച്ചറുണ്ട്, സെബാസ്റ്റ്യൻ സാർ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് 10th പഠിക്കുന്ന മെലിഞ്ഞ നല്ല ആയിട്ടുള്ള സെബാസ്റ്റ്യൻ സാർ ഒരു PTA മീറ്റിംഗിൽ
അമ്മയുടെ അടുത്ത് പറയുന്നത്. അതായത് ഇവൻ സിവിൽ സർവീസ് IAS പഠിക്കണമെന്ന് അന്ന് പറഞ്ഞിട്ടുണ്ട്, 10ാം ക്ലാസ് പഠിക്കുന്ന സമയം. പക്ഷെ അന്നതൊന്നും അത്ര സീരിയസ് ആയി എടുത്തില്ല. പിന്നെ കുറെ കഴിഞ്ഞ് സിവിൽ സർവീസ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് സാറന്മാരൊക്കെ പറയുന്നത് നമുക്കൊരു മോട്ടിവേഷനാണ്. അപ്പോൾ അന്ന് നന്നായി പഠിക്കുമായിരുന്നു. അപ്പം അവരൊന്ന് വളരെയധികം നമ്മളെ സപ്പോർട്ട് ചെയ്യുമായിരുന്നു എല്ലാ രീതിയിലും ടീച്ചേഴ്സ്. പിന്നെ അച്ഛനമ്മയും ഓൾവേസ് ആ കാലത്ത് ഈ റാങ്ക് എല്ലാം തൃശ്ശൂര്, കോട്ടയം, എറണാകുളം ജില്ലക്കൊക്കെ കിട്ടുക. ഞങ്ങൾ മാധ്യമപ്രവർത്തകർക്കും അങ്ങനെ ഇവിടെ ഒരു റാങ്ക് ഹോൾഡർ തേടി പോകുന്ന പണി. പിന്നെ കണ്ണൂരിൽ സെന്റ് തെരേസാസ് ഇങ്ങനെയുള്ള എവിടെന്നെങ്കിലും ഒക്കെ ആരെങ്കിലും കയറി വരിക എന്നല്ലാണ്ട് തലശ്ശേരി ഭാഗത്തു നിന്ന് റാങ്ക് വളരെ അപൂർവമാണെന്നാണ് എൻ്റെ ഓർമ്മ. ഞാനൊക്കെ അന്ന് മാധ്യമപ്രവർത്തന രംഗത്ത് തലശ്ശേരിയിൽ വളരെ സജീവമായി നിൽക്കുന്ന കാലമാണ്. അപ്പോൾ അങ്ങനെ റാങ്ക് എന്നുള്ളൊരു ഇന്നതില്ല. ഇന്ന് റാങ്കിലുള്ള സംവിധാനമില്ല. സിവിൽ സർവീസ് ഏത് ബാച്ച് ആയിരുന്നു? ഞാൻ 2012 ബാച്ച്. 12. നിങ്ങളുടെ ബാച്ചുകാർ ഇപ്പോൾ കേരളത്തിൽ ഏത് കേഡറിലായിരുന്നു? ഏതായിരുന്നു നിങ്ങൾ? ഇപ്പൊ കേരളത്തിൽ പറയാനാണെങ്കിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി നൂഹ് ബാവ. നൂഹ് എൻ്റെ ബാച്ച്മേറ്റ് ആണ്. പിന്നെ തിരുവനന്തപുരം കളക്ടറായിരുന്ന നവജോത് ഖോസ. സബ് കളക്ടർ. അതെ അതെ, തലശ്ശേരി സബ് കളക്ടർ ആയിരുന്നു. പിന്നെ ശിവവിക്രം കണ്ണൂർ SP ആയിരുന്നു. അദ്ദേഹം എൻ്റെ ബാച്ച്മേറ്റ് ആണ്. പിന്നെ സുഹാസ് എന്ന് പറഞ്ഞ എറണാകുളം കളക്ടർ. പിന്നെ സാംബ ശിവറാവു. സുഹാസ് ഒക്കെ ഭയങ്കര ജനകീയനാണ് എറണാകുളത്തിൽ. പിന്നെ ഇപ്പം ഗവർണർ ഓഫീസിലുള്ള അരുൾ ADC ആണ്. പിന്നെ ഹിമേന്ദ്രനാഥ്. പിന്നെ കുറെ പേര് ബാച്ചായിട്ടുണ്ട്. 2012. എന്തുകൊണ്ട് നിങ്ങൾ കേരളം തിരഞ്ഞെടുത്തില്ല? നിങ്ങൾ ഡൽഹി ആയിരുന്നില്ലേ ഫസ്റ്റ്? അല്ലല്ല, എന്റെ ഫസ്റ്റ് ഓപ്ഷൻ കേരള ആയിരുന്നു. അപ്പൊ ഇതിൽ കുറെ ഫോർമുല ഉണ്ട് ആർക്കൊക്കെ റാങ്ക് കിട്ടുന്നത്. സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്ഥലം കിട്ടണമെന്നില്ല. അപ്പൊ അതിലൊരു ഫോർമുല കേരളത്തിൽ വന്ന് ഇപ്പൊ നമ്മളുടെ ഇവിടെയുള്ള രശ്മി, നമ്മളെ ഡോക്ടർ രമേഷിന്റെ മകള് കേരളത്തിൽ ആദ്യം വന്ന് ഇപ്പോൾ ജാർഖണ്ഡിലേക്ക് പോയിട്ടുണ്ട്. അത് ആക്ച്വലി ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെന്ന് പറഞ്ഞാൽ നമ്മൾ മെറിറ്റ് സീറ്റിൽ നമുക്ക് കിട്ടുക, അതായത് നമുക്ക് നല്ല റാങ്ക് ഉണ്ട്, അതിൻ്റെ ഒപ്പം തന്നെ കേരളത്തിൽ വേക്കൻസിയും വരണം, അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴേ വരൂ. പിന്നെ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മൾ വേറൊരു ഓഫീസറിനെ തന്നെ മാരേജ് ചെയ്തിട്ട് വേറെ സർവീസിലോട്ട് മാറും, കല്യാണം കഴിക്കണം, സിവിൽ സർവീസിൽ തന്നെ. അപ്പൊ അതൊക്കെ അങ്ങനെയൊക്കെ ഫോർമുല കുറെ ഉണ്ട്. ഓക്കെ, അപ്പം ആക്ച്വലി നാഷണൽ ഇന്റഗ്രേഷൻ ആണ് സിവിൽ സർവീസിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പം പണ്ട് ഈ സിവിൽ സർവീസസ് കൊണ്ടുവന്ന സമയത്ത് തന്നെ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ ഇത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള ആൾക്കാരും വേറെ സ്റ്റേറ്റിൽ പോയി വർക്ക് ചെയ്യും. അപ്പം കേരളത്തിൽ ഇപ്പം 3 സീറ്റ് വരികയാണെങ്കിൽ തന്നെ ഒരു സീറ്റോ മറ്റ് കേരളക്കാരന് അല്ലെങ്കിൽ മലയാളിക്ക് കിട്ടും. അപ്പൊ എന്റെ ബാച്ചിൽ തന്നെ ഇപ്പൊ എന്റെ ബാച്ചിൽ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ശിവവിക്രം തമിഴ്നാട്ടിൽ നിന്നാണ്, നവജോത് പഞ്ചാബിയാണ്, സുഹാസ് കർണാടകക്കാരാണ്, ഹിമേന്ദ്ര ആന്ധ്രക്കാരാണ്. അപ്പോൾ എൻ്റെ ബാച്ചിൽ IPS തന്നെ ഒരു മലയാളി മാത്രമേ IPS ഉള്ളൂ, ബാക്കി എല്ലാവരും വേറെ സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ്. ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യുന്ന ഡൽഹിയിലാണ്. അപ്പൊ ഡൽഹിയിലുള്ള ആൾക്കാർ ഞാൻ ഡൽഹി പോലീസ് ആദ്യം അസിസ്റ്റന്റ് കമ്മീഷണർ ആയിരുന്നു, പിന്നെ പ്രൊമോട്ട് അവിടെ DCP ആയിരുന്നു. അപ്പൊ യൂണിയൻ ടെറിട്ടറി കാഡറാണ്. ഇറ്റ്സ് നോട്ട് ഓൺലി റെസ്ട്രിക്റ്റഡ് ടു ഡൽഹി, നമ്മളിങ്ങനെ മൂവ് ചെയ്യും. അപ്പൊ ഡൽഹിയിലുണ്ടായിരുന്നു. ഡൽഹിയിൽ ശേഷം ഞാൻ ലക്ഷദ്വീപിൽ 3 വർഷം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലക്ഷദ്വീപിൽ നിന്ന് ട്രാൻസ്ഫർ ആയി ഗോവയിലോട്ട് പോയി. ഇപ്പൊ ഞാൻ ഗോവ 2 ഡിസ്ട്രിക്റ്റാണ് ഉള്ളത്, നോർത്ത് ഗോവ, സൗത്ത് ഗോവ. ഞാൻ നോർത്ത് ഗോവ SP ആണ്. അതിന്റെ ഒപ്പം തന്നെ എനിക്ക് ക്രൈം ബ്രാഞ്ചിന്റെ ചാർജ് ഉണ്ട്, ചുമതല കൂടി ഇവിടെയൊക്കെ ഉള്ളതുപോലെ തന്നെ. അതെ അതെ. അപ്പൊ കേന്ദ്രഭരണ പ്രദേശങ്ങളിലാണ് താങ്കൾക്ക് പോസ്റ്റിംഗ് ഉണ്ടാകുക? അതെ അതെ, അങ്ങനെയാണ്. അപ്പൊ എന്തെങ്കിലും കേരളത്തിലേക്ക് വരാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ടോ? അത് ഒരു പോസിബിലിറ്റി ആണ്, വേണമെങ്കിൽ വരാം അല്ലേ? ഓ, ഈ സിവിൽ സർവീസിൽ എന്തുകൊണ്ടാണ് IPS തിരഞ്ഞെടുത്തത്? IFS-ഉം IAS-ഉം എല്ലാം അല്ല, IAS-ഉം ഫസ്റ്റ് ഓപ്ഷൻ ആയിരുന്നു. പിന്നെ എൻ്റെ റാങ്കിന് എനിക്ക് IPS ആണ് കിട്ടിയത്. പിന്നെ ആക്ച്വലി സിവിൽ സർവീസ് പഠിക്കാൻ തുടങ്ങിയത് തന്നെ IPS എന്നുള്ള ഒരു സ്വപ്നമില്ല. റോൾ മോഡൽ എന്ന് പറയുന്ന വെച്ച് കഴിഞ്ഞാൽ അന്ന് നമുക്കിപ്പോ മോഡൽ എന്ന് പറയുന്ന സിനിമയൊക്കെ ആണല്ലോ. അപ്പൊ നമുക്ക് അന്ന് സുരേഷ് ഗോപിയുടെ സിനിമ വളരെ, സുരേഷ് ഗോപി നമ്മളൊരു IPS പിന്നെ തമിഴ് സിനിമകളിൽ ഇപ്പം കാക്ക എന്ന് പറഞ്ഞ സൂര്യയുടെ സിനിമ ഉണ്ടായിരുന്നു, വേട്ടയാട് വിളയാട് കമലഹാസന്റെ സിനിമ ഉണ്ടായിരുന്നു. ഏറ്റവും കൂടുതൽ തമിഴ് സിനിമകളാണോ അന്ന്? ആ കാലത്ത് തമിഴ് സിനിമകളായിരുന്നു പ്രധാനം. പിന്നെ പഠിക്കാൻ തുടങ്ങിയ സമയത്ത് പിന്നെ അതിന്റെ ഒരു പോസിബിലിറ്റീസ് ഒക്കെ കണ്ടിട്ട് IAS കൊടുത്തു. പക്ഷെ റാങ്ക് വന്നപ്പം എനിക്ക് എൻ്റെ റാങ്കും എൻ്റെ ഇതൊക്കെ വെച്ച് എനിക്ക് IPS ആണ് ലഭിച്ചത്. ബട്ട് ഐ ആം വെരി ഹാപ്പി ഇൻ മൈ ജോബ് ആൻഡ് ഐ ലവ് മൈ ജോബ്. അതിനകത്ത് അതിലൂടെ നേടിയെടുത്ത കരുത്തും മനസ്സിന് വലിയ ബലം നൽകുന്നു. ട്രെയിനിങ് വളരെ, ഇറ്റ്സ് വെരി വെരി സ്ട്രെനസ് ആൻഡ് വെരി ഗുഡ് ട്രെയിനിങ്. ആ ഒരു കോൺഫിഡൻസ് ലെവലും നമ്മുടെ ആ പേഴ്സണാലിറ്റിയെ തന്നെ മാറ്റി ചെയ്യുന്ന
ഒരു ട്രെയിനിങ് ആണ് നമുക്ക് IPS നമുക്ക്. ഞങ്ങൾ നിങ്ങളിലേക്ക് എത്താൻ കാരണം എന്താ വെച്ചാൽ നിങ്ങളുടെ ഈ ജീവിതയാത്രക്കിടയിൽ സിവിൽ സർവീസ് ഒക്കെ കിട്ടി ജീവിതയാത്രക്കിടയിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സുഹൃത്ത് കടന്നു വന്നു ക്യാൻസറിൻ്റെ രൂപത്തിൽ. ഒരു കഴുത്തുവേദനയായിട്ടാണ് കടന്നു വന്നതെന്നാണ് ഞാൻ വായിച്ചറിഞ്ഞ എൻ്റെ അറിവ്. സത്യത്തിൽ ആ കാലം ഇപ്പം വന്നിട്ടിപ്പം അങ്ങനെ ഒരു അസുഖം കടന്നു വരുമ്പോൾ സാധാരണ മനുഷ്യരൊന്ന് പകച്ചു പോകും. നിങ്ങൾ ചെറിയൊരു കാലയളവിലെ ചികിത്സ കൊണ്ട് അതിനെ അതിജീവിക്കുന്നു. അതിനുശേഷം നിങ്ങളുണ്ടാക്കിയ നേട്ടങ്ങളാണ് ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്. നിങ്ങൾ നടത്തിയ സൈക്ലിംഗ്, നീന്തൽ, അതുപോലെ തന്നെ ഓട്ടം. ആദ്യമായിട്ട് ഈ ഒരു സിവിൽ സർവീസിലെത്തി സ്വപ്നം കണ്ട പോസ്റ്റിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ താങ്കളിലേക്ക് വന്ന ആ സുഹൃത്തിനെ എങ്ങനെയാണ് താങ്കൾ നേരിട്ടത്? ആദ്യ ദിനം ആദ്യം ഒരു ചെറിയ വേദന മാത്രമാണല്ലോ, ഇത് ക്യാൻസർ ആണെന്ന് തിരിച്ചറിഞ്ഞ ദിവസം താങ്കളിലുണ്ടായ ഒരു മാനസികാവസ്ഥ എന്താണ്? ഇൻഫാക്റ്റ് സാധാരണക്കാരനെ പോലെ തന്നെ ഞാനൊരു സാധാരണക്കാരനാണ്. അപ്പം ഞാനും പകച്ചുപോയി എന്ന് തന്നെയാണ് പറയുന്നതാണ് സത്യം. പക്ഷെ പകച്ചു പോയതിനേക്കാട്ടും കൂടുതൽ എനിക്ക് ആക്ച്വലി സന്തോഷം തോന്നി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു റീസൺ കിട്ടി. എനിക്ക് ക്യാൻസർ ഡയഗ്നോസ് ആവുന്നത്, ക്യാൻസർ ആണെന്ന് സ്ഥിരീകരിക്കുന്നത് ഫെബ്രുവരിയിലാണ്. ഏത് ഇയറിലാണ്? ഫെബ്രുവരി 2021. 2020. അപ്പോൾ സർവീസിൽ കയറിയിട്ട് അപ്പോൾ എത്ര വർഷമായിരുന്നു? ഞാൻ 12-ൽ കയറിയതാണ്. അപ്പം ഒരു 8 വർഷം. ഒരു നവംബർ 2020 എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തതാണ്. എവിടെയാണ് വേദന? ആദ്യം ചെസ്റ്റ് വന്നു, പിന്നെ കഴുത്തിൽ വന്നു, പിന്നെ ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. ഒരു നവംബർ തൊട്ട് നവംബർ, ഡിസംബർ, ജനുവരി, ഫെബ്രുവരി ഒരു 4 മാസം ഞാൻ ഉറങ്ങിയിട്ടേ ഇല്ല. കടുത്ത വേദന. രാത്രി ആവുമ്പോ വേദനിച്ച് ഞാൻ കരയുമായിരുന്നു. ഞാൻ ഗോവയിലായിരുന്നു. അപ്പം ഇങ്ങനെ ടെസ്റ്റുകൾ ഇങ്ങനെ ചെയ്യുന്നുണ്ട്. വീട്ടുകാർ ഇല്ല, ആരും അറിയില്ല. നമ്മള് ആക്ച്വലി പോലീസിന്റെ ട്രെയിനിങ്ങിന്റെ ഇതാണോന്ന് അറിയില്ല. ആ വേദനയും കടിച്ചു പിടിച്ച് ജോലിക്കൊക്കെ പോകുന്നുണ്ട്. ഓക്കെ, ഇടയ്ക്ക് ചില ദിവസങ്ങളിൽ കരയും, അറിയിക്കാതെ. കൂടെ ഉള്ളത് രമ്യ, വൈഫ് കൂടിയുണ്ട്. എപ്പോഴാണ് വിവാഹം നടക്കുന്നത്? വിവാഹം 2012 കല്യാണം. IPS കിട്ടിയ റിസൾട്ട് കിട്ടിയ 1 മാസത്തിനുള്ളിൽ തന്നെ കല്യാണം. എവിടെയാണ് അവരുടെ വീട്? രമ്യയുടെ വീട് അവിടെ തലശ്ശേരിക്ക് അറിയാം. എവിടെയാണ്? ഇപ്പൊ കതിരൂർ. എങ്ങനെയാണ്, അറേഞ്ച് മാരേജ് ആണോ? അതെ അതെ. കുട്ടികൾ എത്ര പേരുണ്ട്? കുട്ടികൾ 2 പേരുണ്ട്. ആ സമയത്ത് ഈ അസുഖം വരുന്ന സമയത്ത് മക്കള് ലൈവായിട്ടുണ്ടോ കൂടെ? 2 മക്കൾ? അവരെല്ലാവരും ഉണ്ട്. അവരെല്ലാവരും ഉണ്ട്. അപ്പൊ ഈ വേദന പിടിച്ചിങ്ങനെ അപ്പൊ വേദന ഇങ്ങനെ കൂടുന്ന സമയത്ത് രമ്യ പറയുന്നുണ്ട് പോയി ഇങ്ങനെ കാണിക്കുന്നു. അപ്പൊ കാണിക്കുന്നുണ്ട്. ഗോവയില് ഉണ്ട്, മെഡിക്കൽ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ ചെക്കിങ്ങിനൊക്കെ പോയി കുറെ ടെസ്റ്റ് ചെയ്തു. ഡയബറ്റീസ് ആണെന്ന് വിചാരിച്ചു, ഡയബറ്റീസ് അല്ല. പല അസുഖവും ചെക്ക് ചെയ്തു. ഇൻഫാക്ട് എന്താ പറയാ, എല്ലാ അസുഖവും ചെക്ക് ചെയ്തു. അപ്പൊ ഒന്നുമല്ല. പക്ഷെ എന്റെ വേദന മാറുന്നില്ല. അവസാനം എന്നോട് ഡോക്ടേഴ്സിന്റെ എല്ലാവരുടെ ഒരു അഭിപ്രായം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി അസുഖമൊന്നുമില്ല, ഞാൻ അസുഖം ഇമാജിൻ ചെയ്യാണെന്നാണെന്ന് അവർക്കൊരു ചെറിയ സൈക്കോ ആണെന്നുള്ളൊരു ഇതിലേക്ക് വന്നു. അപ്പം നമ്മൾ വേദന ഭയങ്കര വേദനയാണ്. ഭയങ്കര വേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റാത്ത, ഇപ്പൊ പറയുമ്പം ഭയങ്കര വേദനയാണ്. ചില സമയങ്ങളിൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നിൽക്കാൻ പറ്റില്ല, കിടക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല. അതായത് ഒന്നിക്കും നമ്മൾ വേദനിക്കും, നമ്മളായിരിക്കും കടന്നു കഴിഞ്ഞാൽ നമുക്ക് സുഖം, കടന്നാലും വേദന, ഇരുന്നാലും വേദന. പിന്നെ അവസാനം ഡോക്ടേഴ്സിന്റെ ഒക്കെ ഇതൊന്നും ചൊക്കിയിട്ടൊന്നുമില്ല. അപ്പോൾ എന്ന് വിചാരിച്ചെന്നാൽ പിന്നെ നമുക്ക് തന്നെ പ്രശ്നമായിരിക്കും. അങ്ങനെ ആ മാനസിക രോഗത്തിന്റെ ട്രീറ്റ്മെന്റിന്റെ സൈഡിലോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. സൈക്കോ. അപ്പൊ അതിന്റെ സൈക്കോളജിസ്റ്റിന്റെ ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇവിടെ, ആശിഷ് ബെൻസ് എന്ന് പറഞ്ഞു, കണ്ണൂരിലുള്ള എൻ്റെ ഭയങ്കര ക്ലോസ് ഫ്രണ്ടാണ്, ഫാമിലി ഫ്രണ്ട് ഓൾസോ. അപ്പോൾ അദ്ദേഹം ആക്ച്വലി അവൻ എന്ന് പറയുന്നതാണ്, അവൻ ആക്ച്വലി പറഞ്ഞു നമുക്കൊന്നും കൂടി നന്നായി ചെക്കപ്പ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പോൾ അവൻ്റെ കുറച്ച് ഫ്രണ്ട്സിനൊക്കെ കൊണ്ടുവന്ന് ചെക്ക് ചെയ്തിട്ട് അപ്പോഴാണ് ഈ ഒരു ലൈൻ ഓഫ് ട്രീറ്റ്മെന്റ് ചെക്കിങ് മാറുന്നത്. ഇപ്പൊ ക്യാൻസർ ആണെന്ന് പറഞ്ഞപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് സിംറ്റം എന്താണ് അവർക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഒന്നെന്ന് പറഞ്ഞാൽ എന്റെ വെയിറ്റ് ഭയങ്കരമായിട്ട് ലൂസ് ചെയ്തു. അത് 2 മാസത്തിനുള്ളിൽ ഐ തിങ്ക് എനിക്ക് ഒരു 8.5 kg ഞാൻ കുറഞ്ഞു. പിന്നെ പെയിൻ, പിന്നെ എൻ്റെ ശരീരത്തിലൊക്കെ ഈ നോഡുകൾ പൊന്താൻ തുടങ്ങി. അപ്പോഴാണ് പറഞ്ഞ ഇവിടുത്തെ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു റൂമറ്റോളജിസ്റ്റ് ഉണ്ട്, മനേഷ് എന്ന് പറഞ്ഞിട്ട്. അപ്പം കഴിഞ്ഞ ഞാൻ അസുഖം സമയത്താണ് പുള്ളി പുറത്തുനിന്ന് ഇവിടുന്ന് പഠിച്ചു വരുന്നത്. അപ്പം ആദ്യം വിചാരിച്ചു ആർത്രൈറ്റീസ് ആണെന്ന് വിചാരിച്ചു, ആർത്രൈറ്റീസ്, ബിക്കോസ് മദറിന് ആർത്രൈറ്റീസിന്റെ ഇതുണ്ട്, ഹിസ്റ്ററി ഉണ്ട്. ഇപ്പൊ ഫാമിലി ഹിസ്റ്ററി ഉണ്ടല്ലോ, വേറെ ഒന്നും ഫാമിലി ഹിസ്റ്ററി ഇല്ല.
ഡയബറ്റീസിന്റെ ഹിസ്റ്ററി ഇല്ല, ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ നല്ല വേദന വരാൻ സാധ്യതയുള്ള സാധനമാണ്. അപ്പം ആർത്രൈറ്റിസ്. അപ്പം ബെൻസ് പറഞ്ഞു, ബെൻസ് എന്നാ വിളിക്കണം, അവന്റെ പേര് ആശിഷ് ബെൻസ് എന്നാണ്. ബെൻസ് പറഞ്ഞു നമുക്കൊന്ന് മനേഷിനെ കാണിക്കാന്ന് പറഞ്ഞു. അപ്പം മനേഷാണ് പറഞ്ഞു 1-2 പാരാമീറ്റേഴ്സ് ആർത്രൈറ്റിസ് ആയിട്ട് മാച്ച് ചെയ്താൽ നമുക്കൊന്നും കൂടി സ്കാൻ ചെയ്യണം. അപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ കഴുത്തിൽ വലിയ വലിയ ലിംഫ് നോഡ് കണ്ടു. അപ്പം നമ്മൾ ട്രീറ്റ്മെന്റ് ചെക്കിങ് മാറ്റി. സ്കാനിങ് അന്നേരമാണ് നടക്കുന്നത്. സ്കാനിങ് നടക്കുമ്പോൾ അപ്പം തന്നെ അത് ക്യാൻസർ ആണോ എന്നുള്ളൊരു MRI സ്കാൻ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന്റെ 2 ദിവസം മുമ്പ് ഈ ഒരു ടെസ്റ്റ് ഉണ്ടായിരുന്നു. ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂത്രം 24 മണിക്കൂറും നമ്മളിങ്ങനെ ഒരു ക്യാനിൽ ഇങ്ങനെ കൂട്ടി എന്തോ ഒരു പ്രോട്ടീൻ എന്തോ ചെക്ക് ചെയ്യാനാണ്. അപ്പം ഞാൻ അന്ന് അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ആ ക്യാനും പിടിച്ചിട്ടാണ് വീട്ടിൽ കയറി വരുന്നത്. മെലിഞ്ഞു തുടങ്ങിയിട്ട് അന്ന് അച്ഛൻ ചോദിച്ചിട്ട് എൻ്റെ കൈയൊക്കെ ഇത് എന്തുവാടാ നിനക്ക് എന്താ പറ്റിയെന്ന്. അപ്പം ഞാൻ അതും പിടിച്ചിട്ടാണ് പോകുന്നത്. അത് പിടിച്ചിട്ട് പോയപ്പോൾ ബെൻസ് വിളിച്ച് പറഞ്ഞു നാളെ നിനക്ക് MRI ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ട് കണ്ണൂർ. അപ്പോൾ ഞാൻ ഇതും പിടിച്ച് ഞാൻ MRI സ്കാൻ ചെയ്യേണ്ടിയിട്ട് അവിടെ എത്തുമ്പോഴാണ് എൻ്റെ മനസ്സിലിങ്ങനെ ഒരു തോന്നൽ, എങ്ങാനും ക്യാൻസർ ആണോ അവനാ. കാരണം എല്ലാം ചെക്ക് ചെയ്തു, എന്നിട്ട് ഇത് പോകുന്നില്ലല്ലോ, ക്യാൻസർ ആണോ? ബിക്കോസ് ഇങ്ങനെ സ്കാനിങ് ഒക്കെ വരുന്നത്. അത് കഴിഞ്ഞ് ആ ചെക്ക് കഴിഞ്ഞ് ഞാൻ തിരിച്ചിറങ്ങുന്ന സമയത്ത് അവിടുന്ന് സ്കാൻ ചെയ്ത് എനിക്കൊന്ന് ഷാജീസ് എന്ന് പറഞ്ഞാൽ അവിടുന്ന് അതിൻ്റെ അടുത്തല്ല. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് നമ്മളിങ്ങനെ അൺഒഫീഷ്യലി ചോദിക്കുമല്ലോ അവിടെയുള്ള സ്റ്റാഫിനോട്, എന്താ പ്രശ്നം, ക്യാൻസർ എങ്ങാനും ആണോ പറഞ്ഞ് അത് ഡോക്ടർ നേരിട്ട് പറയും. അപ്പം തന്നെ എനിക്കൊരു സ്മെല്ലടിച്ചു. പിന്നെ ബെൻസ് വിളിച്ചു പറഞ്ഞു ഞാൻ നേരിട്ട് വന്ന് നിന്നെ സംസാരിക്കാം. അപ്പം തന്നെ എനിക്ക് ഏകദേശം ഉറപ്പായി കാര്യങ്ങൾ വേണ്ടിയിട്ട്. അപ്പൊ അറിഞ്ഞപ്പോ എനിക്ക് ആദ്യം പറഞ്ഞു ഇതിനൊരു റീസൺ ആയില്ലേ, നമുക്ക് മാനസികമായ പ്രശ്നമൊന്നുമില്ല, നമുക്കൊരു അണ്ടർലൈൻ കണ്ടുപിടിച്ചു. പക്ഷെ അതിന്റെ ഒപ്പം തന്നെ അതിന്റെ ഒപ്പം തന്നെ പിന്നെ അറിഞ്ഞപ്പം പിന്നെ ആക്ച്വലി ഇതിന്റെ ട്രീറ്റ്മെന്റ് പിന്നെ ഇത് ഒരു ആക്ച്വലി സ്റ്റേജ് ഭയങ്കര മെലിഞ്ഞു. എനിക്ക് ആ സമയത്ത് എനിക്ക് വേദന കാരണം എനിക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥ, എൻ്റെ കാലിൽ ഇവിടെയൊക്കെ വേദനിച്ചിട്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ പിന്നെ എനിക്ക് അടുത്ത വരുന്നത് നമുക്ക് എന്തിനിത് വന്നു എന്നുള്ളതാണ്. വൈ മീ? അതാണ് ഏറ്റവും ബിഗസ്റ്റ് ക്വസ്റ്റ്യൻ. അതിനൊരു ആൻസർ നമുക്ക് ത്രൂ ഔട്ട് കിട്ടില്ല. നമ്മൾ സാധാരണ പറയും മദ്യപാനം, അതെ, അങ്ങനെ ഓവറായിട്ടുള്ള ഒരു പരിപാടി പല കാരണങ്ങൾ പറയും. അപ്പം പലരും പല ചോദ്യങ്ങൾ ചോദിച്ചു. വൈ എന്നല്ല, അത് ഞാൻ തന്നെ എന്നോട് 100 പ്രാവശ്യം ചോദിച്ചു വൈ. ഇല്ല, അതിന് ആക്ച്വലി ആൻസർ ഇല്ല. ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്ത മലബാർ ക്യാൻസർ സെന്റർ എന്നാണ്. മലബാർ ക്യാൻസർ സെന്റർ സാധാരണ ഈ അസുഖം വന്നാൽ എല്ലാവരും വലിയ ആഡംബര ഹോസ്പിറ്റലുകളിലേക്കാണ് പോകും. പ്രത്യേകിച്ച് നിങ്ങളെപ്പോലുള്ളൊരു IPSകാരൻ അത്യാവശ്യം സാമ്പത്തിക സുരക്ഷിതത്വമുള്ളവരുമാണ്, റീഇംബേഴ്സ്മെന്റ് ഒക്കെ ഉള്ള ആളുകളാണ്. എന്തുകൊണ്ട് MCC തിരഞ്ഞെടുത്തു? ഒന്ന്, MCCനെ പറ്റി നല്ല ഫീഡ്ബാക്ക് എനിക്ക് കിട്ടി. എൻ്റെ 1-2 ഫ്രണ്ട്സ് ആക്ച്വലി എൻ്റെ ഏജിൽ തന്നെ ഒരാൾക്ക് വേറെ ഒരു ക്യാൻസർ വന്നിട്ടുണ്ടായിരുന്നു, ടെസ്റ്റിക്കുലർ ക്യാൻസർ. അപ്പം അവൻ ഇവിടെ നിന്നാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്തത്. ഒന്നത്. 2, ഞാൻ ഡൽഹിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. ഡൽഹിയിൽ വർക്ക് ചെയ്ത സമയത്ത് എൻ്റെ ഏരിയയിലായിരുന്നു അന്നത്തെ അപ്പോളോ ഹോസ്പിറ്റൽ. ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഹോസ്പിറ്റലാണ്. അപ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിൽ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ അയച്ചു കൊടുത്തപ്പം എൻ്റെ അസുഖം ലിംഫോമിയാണെന്ന് സ്ഥിരീകരിച്ചായിരുന്നു. അപ്പോൾ അന്ന് എന്നോട് അവിടെ അപ്പോളോ ഹോസ്പിറ്റലിലുള്ള വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഡോക്ടർ പറഞ്ഞു, ഒരു ഡോക്ടർ ചന്ദ്രൻ നായരുണ്ട്. ഡോക്ടർ ചന്ദ്രൻ നായർ കേരളത്തിലുണ്ട്, അദ്ദേഹമാണ് ഇതിലത്തെ ഹെൽത്ത് ബെസ്റ്റ്. അത് അന്വേഷിച്ച് വന്നപ്പോൾ ചന്ദ്രൻ നായർ MCC ഏറ്റവും നല്ലത് നമ്മുടെ മുറ്റത്ത്. പിന്നെ മൂന്നാമത്തെ റീസൺ എന്ന് പറഞ്ഞാൽ ട്രീറ്റ്മെന്റ് സമയത്ത് നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യും. എന്താ പറയുക, നമ്മുടെ ഇമ്മ്യൂണിറ്റി കുറയും, നമുക്ക് അസുഖം. ആ സമയത്ത് കോവിഡ് വളരെയധികം സ്പ്രെഡ് ചെയ്യുന്ന സമയത്ത് വീട്ടിൻ്റെ തൊട്ടടുത്താണ്, ഭക്ഷണം ക്രമീകരണം അതൊക്കെ ഇതാണ്. അപ്പം അങ്ങനെയാണ് പിന്നെ ഇവർക്കൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നു നമ്മൾ MCCയിൽ പോകുന്നതിന് പകരം നമുക്ക് വല്ല പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ. ഞാനൊരൊറ്റ വാശിപ്പെടുത്ത് ഞാൻ പറഞ്ഞു ഇല്ല, നമ്മൾ അത് നിങ്ങൾക്ക് അപ്പോളോയിൽ കിട്ടിയ അഡ്വൈസ്. പിന്നെ എനിക്ക് എനിക്ക് നല്ല ഇതാണ് മറ്റേ സതീഷ് സാറുണ്ട്, ഡോക്ടർ സതീഷ്. കാരണം ഞാൻ ഇവിടെ തന്നെ വളർന്നവനാണല്ലോ. MCCയിൽ ഉണ്ടായ ആ ഒരു മാറ്റം ഞാൻ കണ്ടിട്ടുണ്ട്. സാറ് വന്ന ശേഷം ഞാൻ സർവീസിൽ കയറിയ സമയത്താണ് സാർ ഇവിടെ ചെയർമാനായിട്ടോ മറ്റോ വരുന്നത്, ഡയറക്ടറായിട്ട് വരുന്നത്. എനിക്കൊന്ന് 11-12 അടുപ്പിച്ചിട്ടാണ് ഞാൻ സർവീസ് കയറി. കാരണം അന്ന് ഞാൻ സാറിനെ കോൾ ഓൺ ചെയ്ത് പോയി എനിക്ക് ഓർമ്മയുണ്ട്. അപ്പൊ അത് നമ്മൾ ആ മാറ്റം നമ്മൾ കാണുന്നുണ്ട്. ഒരു ലൈറ്റർ നോട്ടിൽ പറയാണ്. അതിനൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ സാധാരണ നിങ്ങളുടെയൊക്കെ പ്രായത്തിലുള്ള ഒരാളുകൾ അങ്ങനെ പ്രത്യേകിച്ച് സർക്കാർ ആശുപത്രി, സർക്കാർ സംവിധാനം എന്ന് പറഞ്ഞാൽ അങ്ങനെ പോവില്ല. അങ്ങനെ ഒരു മാനസിക നിലയിലേക്ക് വളരാനുണ്ടായ കരുത്ത് എന്താണ് ശരിക്കും? ഞാൻ പൊതുവെ സർക്കാർ ആശുപത്രികളിൽ പോകുന്ന ഒരാളാണ്.
ഇപ്പോൾ ഉദാഹരണത്തിന് എൻ്റെ മോളെ പ്രസവിച്ചത് കണ്ണൂർ ഹോസ്പിറ്റലാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണ്. ബിക്കോസ് ഏറ്റവും കൂടുതൽ ഏറ്റവും നല്ല ഡോക്ടേഴ്സ് ഇപ്പോൾ പ്രൈവറ്റിൽ തന്നെ ഏറ്റവും ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് എടുക്കുകയാണെങ്കിൽ തന്നെ അവരൊക്കെ സർക്കാർ സർവീസിൽ നിന്ന് ഇതാക്കിയവരാണ്. ഓക്കെ, അപ്പം മാത്രമല്ല ഐ ഡോണ്ട് നോ വൈ ഐ ഫീൽ ദേ ആർ ദ ബെസ്റ്റ്. അപ്പം അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് പോകാൻ. പിന്നെ 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈവറ്റിൽ നല്ലോണം പൈസ ചിലവാക്കേണ്ടി വരും എന്നുള്ളൊരു ഇതുകൊണ്ടായിരുന്നു. പിന്നെ MCC തൊട്ടടുത്താണ്. പിന്നെ ഐ ഓൾവേസ് ബിലീവ്, ഞാനിപ്പോൾ ഗോവയിലാണെങ്കിൽ തന്നെ ഞാൻ ഗോവ മെഡിക്കൽ കോളേജിലാണ് പോവാറ്. ഡൽഹിയിലായിരുന്ന സമയത്ത് എയിംസിലാണ് പോയിരുന്നത്. എല്ലാം എവിടെയാണെങ്കിലും ഇത് അവിടെയാണ് അതാണ് പറഞ്ഞു തരുന്നത്. അപ്പം മലബാർ ക്യാൻസർ സെന്ററിൽ ട്രീറ്റ്മെന്റിൽ നമ്മുടെ ട്രീറ്റ്മെന്റ് ഇപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിലെ ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ വായിച്ചത് വെച്ചിട്ട് അവർക്ക് പ്രൈവറ്റ് വാർഡിലാണ് അവർക്ക് കീമോ കൊടുക്കുക. പക്ഷെ മലബാർ ക്യാൻസർ സെന്ററിൽ നമുക്കൊരു കീമോ വാർഡുണ്ട്. കീമോ വാർഡിൽ നമ്മളൊരു 10-50 പേര് ഒരുമിച്ച് നമ്മൾ ഈ കീമോ ചെയ്യാണ്. കീമോ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കീമോ എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഇൻട്രാവീനലാണ് കീമോ. നമ്മുടെ കയ്യിൽ കുത്തിയിട്ട് നമുക്കിങ്ങനെ ഗ്ലൂക്കോസിൻ്റെ കുപ്പി പോലെ ആ കെമിക്കൽ ഇങ്ങനെ നമ്മുടെ ശരീരത്തിലൂടെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ എൻ്റെ കീമോ ആണ് ലോങ്ങസ്റ്റ് കീമോ. ഞാൻ രാവിലെ ഒരു 10:30-11 മണിക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ തമാശക്ക് പറഞ്ഞ ഷട്ടർ തുറക്കുന്നതും ഷട്ടർ ഇടുന്നതും ഞാനാണ്. ബിക്കോസ് എൻ്റെ ആണ് ഏറ്റവും ലാസ്റ്റ് കഴിയും. 6 മണിയാവും വൈകുന്നേരം എൻ്റെ കീമോ കഴിയുമ്പോൾ. അപ്പോൾ നമ്മൾ വന്ന് ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ സൈഡിൽ തന്നെ കുറേ ബെഡുകൾ ഉണ്ടാവും. അപ്പോൾ പല ക്യാൻസറുള്ള ആൾക്കാർ നമ്മുടെ അവിടെ ട്രീറ്റ്മെൻറ്റ് വന്നിട്ടുണ്ടാവും. പല സ്ഥലത്തു നിന്നുള്ള പല ഏജ് ഗ്രൂപ്പിലുള്ള ഒരു ഏജ് ഇറസ്പെക്റ്റീവ് ഓഫ് ഏജ്, ജെൻഡർ, സെക്സ്, മതലബ് ക്യാൻസറിന് അങ്ങനെ ഒരു ഇതുമില്ല, എല്ലാവർക്കും വരും. അപ്പം എനിക്ക് 6 കീമോ സൈക്കിളായിരുന്നു. 6 കീമോ സൈക്കിളിൽ 6 പ്രാവശ്യവും ഞാൻ 5 വയസ്സ് അല്ലെ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികളെ ഞാൻ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് കീമോ എൻ്റെ തൊട്ട സൈഡ് കേട്ടോ, തൊട്ട സൈഡ് ആദ്യം ഒരു അമ്മച്ചിയായിരുന്നു. പുള്ളിക്കാരിക്ക് ഇതായിരുന്നു, വയറ്റിൽ എന്തോ ക്യാൻസർ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയുടെ 3 മണിക്കൂറായിട്ട് കീമോ ഉള്ളൂ. ആ കീമോ കഴിഞ്ഞിട്ട് വന്നത് ഒരു വയസ്സുള്ള ഒരു ആൺകുട്ടിയാണ്. 1.5 വയസ്സുള്ള 1.5 വയസ്സുള്ള ആൺകുട്ടി. അപ്പോൾ അവൻ ഇതിൽ കുട്ടിക്ക് കൈക്ക് കയറ്റാൻ പറ്റില്ല, അത്രയും ചെറിയ കൈയായിട്ട് അവൻ്റെ നെഞ്ചത്താണ് അടിച്ച് ഇതേപോലെ ഇപ്പോൾ ഈ കുത്തിയില്ലേ, ഇതേപോലെ അതിനെന്തോ ഒരു സാധനം പറയും, അത് വെച്ചിട്ടാണ്. അപ്പം നമ്മൾ അത് കാണുന്നത്, ആ കുട്ടിക്ക് എന്തുകൊണ്ട് വന്നു അതിൻ്റെ റീസൺ പറയും. ഒരു റീസൺ, അവൻ വന്നല്ലോ, ജനിച്ചു വളർന്നുള്ളൂ. അത് കഴിഞ്ഞ് 2ാമത്തെ കീമോയിൽ ഒരു കുട്ടി എനിക്ക് ഓർമ്മയുണ്ട്, അവന് ബ്രെയിനിലായിരുന്നു. 3ാമത്തെ കുട്ടിക്ക് പെൺകുട്ടി കിഡ്നിക്കായിരുന്നു ക്യാൻസർ. 4ാമത്തെ പെൺകുട്ടിക്ക് കണ്ണിനായിരുന്നു ക്യാൻസർ. അന്ന് അവൻ്റെ ഈ കടൽ കൊള്ളക്കാരൊക്കെ ഇടുന്ന പോലത്തെ ഒരു സാധനമുള്ള അത് വിട്ടിട്ടാണ് ആ കുട്ടി വന്നത്. പിന്നെ ഒരു കുട്ടി അവസാനം എല്ലാ കീമോയിലും ഞാൻ കണ്ടിട്ടുണ്ട്. പലരിടത്തും ഞാൻ ഇച്ചിരി വായാടിയാണ്, ഞാൻ എല്ലാവരോടും സംസാരിക്കുന്നതാണ് ഇറസ്പെക്റ്റീവ്. അപ്പം ഞാൻ എല്ലാവരോടും സംസാരിച്ചപ്പോൾ പലരും മദ്യപിച്ചിട്ടില്ല. ഓറൽ ക്യാൻസർ വന്ന പലർക്കും ഇതില്ല, ഓക്കെ, ഒന്നുമില്ല. അപ്പോൾ ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ക്വസ്റ്റ്യന് ഇതുവരെ ആൻസർ കിട്ടിയില്ലല്ലോ, വൈമീന്നല്ല. ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ഡോക്ടർ ചന്ദ്രൻ സാർ ഇച്ചിരി ഫെബ്രുവരി ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈയിലാണ് എൻ്റെ കീമോ കഴിയുന്നത്. എനിക്ക് ക്ലിയർ ആക്കി തരുന്നത് എനിക്ക് നവംബറിലാണ്. നവംബർ 2020 എനിക്ക് ഫസ്റ്റ് ചെസ്റ്റ് പെയിൻ വന്നു. നവംബർ 2021 എനിക്ക് എന്റെ ശരീരത്തിൽ ക്യാൻസർ ഇല്ല. അതെ, അത് കഴിഞ്ഞ് അടുത്ത നവംബറിലാണ് ഞാൻ അയൺമാൻ ചെയ്യുന്നത്. ഒരു വർഷത്തേക്ക് നമുക്ക് വരണം. അതിനിടയിൽ ഈ ട്രീറ്റ്മെന്റ് സമയത്ത് ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ അവസാനം എല്ലാം ട്രീറ്റ്മെന്റ്, ചന്ദ്ര സാർ ഇച്ചിരി സീരിയസ് ആണ് ട്രീറ്റ്മെന്റ് സമയത്ത്, അധികം സംഭവം. പിന്നെ എല്ലാം കഴിഞ്ഞ് സുഖമായി കഴിഞ്ഞപ്പോൾ പുള്ളി ഹി സ്റ്റാർട്ടഡ് ടോക്കിംഗ്. അപ്പം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ എന്തുകൊണ്ട് ഇത് വന്നു? ഞാൻ ചോദിച്ചു, ഈ ഒരു കാരണം കൊണ്ടാണോ, ഇതുകൊണ്ടാണോ, അല്ലെങ്കിൽ സ്ട്രെസ് എടുത്തുകൊണ്ടാണോ, ഇതാണോ? അപ്പം സാറ് പറഞ്ഞൊരു കാര്യമാണ്, അതായത് ഞാനിപ്പോൾ ഈ പറയാണ്, ഈ ഒരു കാരണം കൊണ്ടാണ് ഇതിന് വന്നതെങ്കിൽ 10 ഡോക്ടേഴ്സിന് വേറെ 10 കാരണങ്ങൾ പറയാം ഇതെല്ലാം എന്ന് പറഞ്ഞിട്ട്. അപ്പം ക്യാൻസറിന് പ്രത്യേകിച്ചൊരു റീസൺ നമുക്ക് ഉറപ്പിച്ചങ്ങോട്ട് പറയാൻ പറ്റില്ല. മതലബ് ഇറ്റ്സ് ബെറ്റർ ടു തിങ്ക് ഇറ്റ്സ് പാർട്ട് ഓഫ് ഡെസ്റ്റിനി. ഇപ്പം ഞാൻ പറയുന്ന ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു വലിയ സ്റ്റേഡിയത്തിൽ മനുഷ്യന്മാരൊക്കെ ഇങ്ങനെ വന്നിരിക്കുകയാണ്, അതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ കല്ലിങ്ങനെ വന്ന് വീഴുകയാണ്. കല്ല് ക്യാൻസറിൻ്റെ ഇതാണ്, അത് ആരുടെയെങ്കിലും തലയിൽ വന്ന് വീഴുന്നു. അപ്പം അതിനെ കാണാൻ പറ്റും. പക്ഷെ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിനെ ഈ ഒരു വർഷത്തെ 6 മാസം കണ്ടിന്യൂസ് ട്രീറ്റ്മെന്റ് ആണ്. ആ ട്രീറ്റ്മെന്റിന്റെ ഇടയിൽ എപ്പോഴെങ്കിലും മനസ്സിന് മതിയായി പോയി എന്ന് തോന്നിയിട്ടുണ്ടോ? ജീവിതം മടുത്തു എന്ന് തോന്നിയിട്ടുണ്ടോ? അതെ, അത് കുറെ പ്രശ്നം തോന്നിയിട്ടുണ്ട്. അപ്പോഴെല്ലാം എന്തായിരുന്നു ആ ഒരു മാനസികാവസ്ഥ? ഇപ്പം എന്താ പറയാ, ഈ പറയുന്ന ഈ കുട്ടികളെ കാണുന്നു, അതെ,
പിന്നെ അനുഭവിക്കുന്ന വേദന ഒരു ഭാഗത്ത്, പ്രത്യേകിച്ച് ഒരു തെറ്റും ചെയ്തിട്ടുമില്ല. ഇത് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു കടുത്ത മദ്യപാനിയോ അല്ലെങ്കിൽ പുകവലിയോ അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഈ ഇന്ന് പറയുന്ന ക്യാൻസറിന് കാരണമെന്ന് പറയുന്ന ഒന്നിൻ്റെയും ഒരു പിൻബലമില്ലാതെ ഈ സാധനം വന്നിരിക്കുകയാണ്. തോന്നിയോ ദൈവത്തോട് ദേഷ്യം? ദേഷ്യം തോന്നിയെന്ന് ചോദിച്ചാ തോന്നി എന്ന് പറയുന്നതായിരിക്കും ശരി. ബിക്കോസ് നമ്മൾ കുറെ പേരെ കണ്ടിട്ടുണ്ടല്ലോ വളരെ അലമ്പ് കാണിച്ച് കുഴപ്പക്കാരെ പലരും അവരെ നല്ല അടിച്ചുപൊളിച്ച് ജീവിക്കുമ്പോൾ നമ്മള് അല്ല അത്ര അധികം അലമ്പൊന്നും കാണിക്കാതെ നമുക്ക് അസുഖം വരുമ്പോ നമുക്ക് വരും എന്ത് ഇതിലെന്താണെന്നുള്ള അങ്ങനെ കുറെ പ്രാവശ്യം വിഷമം വന്നിട്ടുണ്ട്. പിന്നെ സ്വകാര്യം ചോദിച്ചോ എപ്പോഴെങ്കിലും ദൈവത്തോട് ചോദിച്ചോ എന്തിനാ ഈ പണി എനിക്ക്? നമുക്ക് പുറത്ത് വിശ്വാസിയല്ലേ? അതെ അതെ അതെ. എപ്പോഴെങ്കിലും ചോദിച്ചു ഏറ്റവും ഇഷ്ടമുള്ള ദൈവം ഏതാണ്? ഞാൻ ആക്ച്വലി എനിക്ക് ഞാൻ ഇല്ലത്ത് താഴെയല്ല ജനിച്ചു വളർന്നത്. ഇല്ലത്ത് താഴെയിലെ മണോലിക്കാവിലെ തമ്പുരാട്ടിയും പിന്നെ അവിടുന്ന് അങ്ങാർത്ത് അങ്ങോട്ട് പോകും കൂടത്തിൽ ഭഗവതിയുണ്ട്. ഇല്ല നമുക്ക് ദൈവത്തോട് അങ്ങനെ ചോദിക്കാൻ പറ്റില്ലല്ലോ, നമ്മള് പോലീസുകാരാണല്ലോ. പോലീസുകാർ സീനിയർ ഓഫീസേഴ്സിനടുത്ത് ചോദിക്കുന്ന ഓർഡർ വരുമ്പോ നമ്മള് അപ്പോ ഇതാണ് ഓർഡർ എങ്കിൽ ഇത് ഓർഡർ ഇവിടുന്ന് രക്ഷപ്പെടുത്തുക എന്നുള്ളതായിരുന്നു. ആദ്യം കുറച്ചൊക്കെ വിഷമം തോന്നി. പിന്നെ ഒരു നല്ല കാര്യത്തിന് എന്തെങ്കിലും നല്ലതിന് വേണ്ടിയായിരിക്കും. ഒരു വേഴ്സ്റ്റ് എല്ലാവർക്കും ലൈഫിൽ വരുമല്ലോ. ഏറ്റവും ഡിപ്രസ്ഡ് ആയി പോയത് രണ്ട് സിറ്റുവേഷനാണ്. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ട്രീറ്റ്മെന്റ് കഴിയാറായപ്പം എനിക്ക് ഇത് വന്നു, എന്താ പറയുക, വിസ്ഡം ടൂത്ത് ഉണ്ട്. വിസ്ഡം ടൂത്ത് ഇൻഫെക്ഷൻ ആയിട്ട് എൻ്റെ മുഖം ഇങ്ങനെ വീർത്ത് ഇതായി. അപ്പം എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടമായി, ഭയങ്കര പെയിൻ ഇതായി. അപ്പം അന്ന് എന്താ പറയുക ഒരു വല്ലാത്തൊരു വർഷമായിരുന്നു. രമ്യക്ക് കുട്ടികൾക്കും കോവിഡ് വന്നു, അവരും കൂടി ഇല്ല, അച്ഛനമ്മയും മാത്രമേ ഉള്ളൂ. അപ്പം എന്നെ അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു വീണ്ടും. അപ്പം ഇവർ തന്നെ എൻ്റെ കൂടെ വീണ്ടും വന്ന് കിടക്കണം. അതൊക്കെ വന്നപ്പോൾ ഭയങ്കര വിഷമം തോന്നി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ കുറേ ഒരു ടൈം കഴിഞ്ഞപ്പം ഞാൻ ഭയങ്കര ഹോപ്പ്ഫുൾ ആയിരുന്നു, എനിക്ക് അസുഖത്തിൽ ഞാൻ രക്ഷപ്പെടുന്നു. അപ്പോൾ ജൂണിൽ എൻ്റെ കീമോ കഴിഞ്ഞ് ജൂലൈയിൽ എൻ്റെ പെറ്റ് സ്കാൻ വന്നപ്പം ഞാൻ വിചാരിച്ചു ഞാനിപ്പോൾ ഗോവയിലോട്ട് പോവാന്ന് വെച്ചു. അപ്പോൾ ഇവിടെ പെറ്റ് സ്കാൻ ഉണ്ടോ? ഇവിടെ പെറ്റ് സ്കാൻ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. പക്ഷെ അന്ന് പെറ്റ് സ്കാൻ കഴിഞ്ഞപ്പം ഡോക്ടർമാർ എൻ്റെ റിസൾട്ട് പറഞ്ഞില്ല. അന്ന് കാണാൻ വീണ്ടും ബെൻസ് വരുന്നു. ഓക്കെ, ബെൻസ് എന്നെയും കൊണ്ട് ഫുള്ള് വയനാടൊക്കെ, അവൻ്റെ കൂടെ മാത്രമേ ഇറങ്ങാൻ സമ്മതിക്കൂ, കാരണം ഡോക്ടറാണല്ലോ, ബാക്കി പുറത്തിറങ്ങാൻ പറ്റില്ല. വയനാട് ഫുള്ള് കറക്കിയിട്ട് ഇവിടെ എത്തുന്നതിന് മുമ്പ് എന്നോട് വന്നിട്ട് പറയാ, നിന്റെ ചെസ്റ്റിൽ ഇപ്പോഴും ഒരു സാധനം ബാക്കിയുണ്ട്, ഒരു സാധനം കണ്ടെത്തിയിട്ടുണ്ട്. അപ്പൊ അതായത് ഇപ്പോഴും കംപ്ലീറ്റ് ആയിട്ട് ക്യൂറായെന്ന് പറയുന്നത്. വീണ്ടും ബയോപ്സി ആണ്. അതോടുകൂടി ഞാൻ ദൈവത്തിനെ വിളിക്കാത്ത ഈ ചെസ്റ്റിന്റെ സൈഡിലുള്ള ബയോപ്സി ചെയ്തെടുക്കലും വലിയ പണിയാണ്. അതെ, അപ്പം അതാണ് ഞാൻ പറഞ്ഞത്. എന്നിട്ട് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമായി, എനിക്ക് ഭയങ്കര ദേഷ്യം. പിന്നെ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, നമ്മൾ ചില ദൈവത്തിനടുത്ത് സ്ട്രോങ് ആയിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചില കാര്യങ്ങൾ നമുക്ക്. അപ്പം ഞാൻ അന്ന് രാത്രി മുഴുവൻ കൂടത്തിൽ ഭഗവതിനെയും തമ്പുരാട്ടിനെയും ഞാൻ ആഞ്ഞു വിളിച്ചു. ഇപ്പം പിറ്റേ ദിവസം തന്നെ ബയോപ്സിക്ക് എന്നെ കൊണ്ടുപോയി. വീണ്ടും ബയോപ്സിക്ക് ഇങ്ങനെ അച്ഛനാണ് കൊണ്ടുപോയത്. അപ്പം ബയോപ്സിക്ക് വീണ്ടും MCCയിൽ ഞാൻ അവിടെ കിടക്കുകയാണ്. മറ്റേ സ്കാനിങ് CT ഗൈഡഡ് ബയോപ്സിയാണ്. ഇതിൻ്റെ ഉള്ളിൽ നെഞ്ഞത്തുള്ളൊരു ചെറിയൊരു കഷ്ണം, അത് എന്താണെന്ന് നോക്കണം. പല പോസിബിലിറ്റിയാണ്. ഒന്നെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല, രണ്ടെന്ന് പറഞ്ഞാൽ ക്യാൻസർ പൂർണ്ണമായി മാറിയിട്ടില്ല, മൂന്നെന്ന് പറഞ്ഞാൽ ക്യാൻസർ തന്നെ മ്യൂട്ടേറ്റ് ചെയ്ത് പുതിയ സാധനമായിട്ട് പുതിയൊരാൾ ക്യാൻസറായി മാറിയെന്നോ. അപ്പം എന്ത് തന്നെയായാലും അതായത് നമ്മുടെ കീമോ ഫെയിലായി, ഇനി നമ്മൾ അടുത്ത ലെവലിലോട്ട് പോകണം. അതായത് ബോൺ മേറോ, അങ്ങനെ വലിയ സംഭവങ്ങളൊക്കെ. അതായത് അപ്പൊ ഞാൻ വിചാരിച്ചു, അതായത് എൻ്റെ അടുത്തൊരു 2 വർഷത്തേക്ക് എൻ്റെ കാറ്റ് പോയി. ഐ ആം ഗോൺ, മൈ ഫ്യൂച്ചർ ഈസ് ഗോൺ, കരിയർ ഈസ് ഗോൺ, ഐ ആം സ്റ്റക്ക് ഇൻ ദ റൂം. അതൊക്കെയാണ് എൻ്റെ മനസ്സിൽ വരുന്നത്. അപ്പം ഞാൻ ഇപ്പോഴും ഓർമ്മയുണ്ട്, ആ സ്കാനിലൂടെ ഇരുന്ന് എനിക്ക് കരച്ചിൽ വരികയാണ്. അപ്പൊ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ഇവർ കുത്താൻ. ഇങ്ങനെ കിടക്കുകയാണ് വയറ്റിലത്ത്. ബാക്കിന്ന് സൂചി കുത്തും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ നോക്കുമ്പോൾ കുത്തുന്നില്ല. ഞാനിങ്ങനെ നോക്കി ഇതെന്താണ് അതിനകത്ത്. അപ്പോൾ അവർ പറയും അനങ്ങരുത്, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞ് കുത്തുന്നില്ല. കുറച്ച് കഴിയുമ്പോൾ എന്നെ തിരിച്ചു വിളിച്ചു. തിരിച്ചെടുത്തിട്ട് പറഞ്ഞു, ഇപ്പം കുത്താൻ മാത്രമുള്ള സൈസില്ല, നമുക്ക് പിന്നെ കുത്താം. ടെൻഷൻ കൂടി, പിന്നെ സമാധാനമായി, തിരിച്ചു പോകാൻ. അറ്റ്ലീസ്റ്റ് 6 മാസം ഇവിടെ ഇരുന്ന് ഒരു റൂമിൽ ഇരുന്നിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശുഷ്കിച്ചു പോകാന്ന് പറഞ്ഞ ഒരു ഫീലിംഗ്. അപ്പൊ എങ്ങനെയെങ്കിലും തിരിച്ച് ഗോവയിൽ പോയി ജോയിൻ ചെയ്യാന്നുള്ളൊരു ഫീലിംഗ് വന്നു. ഗോവയിൽ എത്തിയതിനു ശേഷം ഈ ചിന്ത അങ്ങ് ബിൽഡപ്പ് ചെയ്യാൻ തുടങ്ങി. ഇറ്റ് ടുക്ക് ഓവർ മീ.
ഇതിന്റെ ഉള്ളില് ഈ സാധനം ഇതിന്റെ സാധനം അവിടെ ഇരിപ്പുണ്ട്. 3 മാസം ഇല്ലാത്ത നെഞ്ചുവേദനയാണ്. വെറുതെ എന്നിട്ട് അവസാനം നവംബറിന് സ്കാൻ ചെയ്യേണ്ടിയിട്ട് എന്താണ് ചെക്ക് ചെയ്യേണ്ടിയിട്ട് വന്ന സമയത്ത് ഞാൻ ഈ ചിന്തിച്ച് എനിക്കൊരു പാനിക് അറ്റാക്ക് വന്നു. കണ്ണൂർ എയർപോർട്ടിൽ ഐ ഹാഡ് ടു ബി ടേക്കൺ ടു എ മെഡിക്കൽ ചെക്കപ്പ്. ചിന്തിച്ചിട്ട് ഞാൻ അവിടെ എന്താ പറയുക ഇരുന്നു പോയി. എന്നിട്ട് ഇവിടെ വന്ന് സ്കാൻ ചെയ്തിട്ട് അന്ന് ആ സ്കാനിൽ ഒന്നുമില്ല, ഫുൾ ക്ലിയർ. അന്നാണ് ആക്ച്വലി ശ്വാസം. അപ്പോൾ ഒരു കുടുംബത്തിന്റെ ഒരു അവസ്ഥ എന്തായിരുന്നു ആ സമയത്ത്? മാതാപിതാക്കൾ ഉണ്ടല്ലോ. ആക്ച്വലി ഒരു കാര്യത്തിൽ എനിക്ക് ഭയങ്കര എല്ലാവരും ഭയങ്കര സ്ട്രോങ് ആയിരുന്നു. അച്ഛനമ്മയും സ്ട്രോങ് ആയിരുന്നു. ഇപ്പം അല്ല, ഒരു അനിയനും അനിയൻ ദുബായിലാണ്. നവീൻ. അവൻ അവിടെ ഒരു മാനേജറായിട്ട് വർക്ക് ചെയ്യുന്നു, ലുലു ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്. ഈ ഇപ്പം പറഞ്ഞല്ലോ ഇത് നവംബറിൽ ഈ സംഭവം എല്ലാം തീരുകയാണ്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് പരിശീലനത്തിൽ ഇറങ്ങിയത് ഇപ്പൊ സൈക്ലിംഗ് ഉണ്ട്, നീന്തലുണ്ട്, അതിൽ ഏറ്റവും ആദ്യം ഇറങ്ങിയത് ഇതിലേക്ക്? അത് പറഞ്ഞു വരുമ്പോ അതൊരു ടോട്ടലി ഡിഫറെന്റ് ആണ്. ഇപ്പൊ നവംബർ കഴിഞ്ഞു, ട്രീറ്റ്മെന്റ് ഒക്കെ കഴിഞ്ഞു, നമ്മള് ഫ്രീ ആയി കഴിഞ്ഞപ്പം പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ഉണ്ട്. നമുക്ക് ഈ ചിന്തകൾ റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോഴാണെങ്കിൽ ഈ ട്രീറ്റ്മെന്റിൽ കുറെ സ്റ്റെറോയിഡ്സ് കഴിക്കണം. അതിനിടയ്ക്ക് എനിക്ക് 2 പ്രാവശ്യം കോവിഡും വന്നു. അതിന്റെ കൂടെ കോവിഡും വന്നു. 2 പ്രാവശ്യം കോവിഡും വന്നു. കോവിഡിന്റെ ട്രീറ്റ്മെന്റ് ഭാഗമായിട്ട് നമ്മൾ കുറെ ഭക്ഷണം കഴിക്കണം, കുറെ മരുന്ന് കഴിക്കണം, കുറെ സ്റ്റെറോയിഡ്സ് കഴിച്ച് ഞാൻ ആക്ച്വലി നല്ല തടിച്ച് നല്ല തടിയനായ. അപ്പോഴാണ് എനിക്ക് തടി കുറക്കണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പൊ തടി കുറയ്ക്കാനാണെങ്കിൽ ഏറ്റവും നല്ലത് ഓട്ടമാണ്. കുറെ ഓടിക്കഴിഞ്ഞാൽ തടി കുറയും. പിന്നെ എനിക്ക് ഡയറ്റിംഗ് ഒന്നും ചെയ്യാൻ പറ്റില്ല. അന്ന് ഡയറ്റീഷ്യൻ നമ്മളോട് പോകുന്ന സമയത്ത് പറഞ്ഞിട്ടുണ്ട്, ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം, ഭക്ഷണം പ്രോപ്പറായിട്ട് കഴിക്കണം, ഡയറ്റിംഗ് ഒന്നും പാടില്ല. ഓക്കെ, പ്രോപ്പർ ഭക്ഷണം കഴിക്കണം, പ്രോപ്പർ എക്സസൈസ് ചെയ്യണം. മാത്രമല്ല ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് വന്നപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് അങ്ങ് ചെയ്യാനും പറ്റില്ലല്ലോ. അപ്പൊ ഞാൻ വിചാരിച്ചു സ്ലോലി ഒരു മാരത്തണിന് നമുക്ക് മാരത്തണിന് 42 കിലോമീറ്റേഴ്സ് 42. പക്ഷെ മാരത്തൺ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഓട്ടമാണല്ലോ. അപ്പൊ അത് കാൽമുട്ടുകൾക്ക് ബുദ്ധിമുട്ടായിരിക്കും. അല്ല, അതൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ ഒരു 21 കിലോമീറ്റർ 2 പ്രാവശ്യം ഓടിയിട്ടുണ്ട്. അത് അക്കാഡമിയിൽ നമ്മുടെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ട് നമ്മൾ ഓടിക്കുന്നതാണ്. അപ്പോഴാണ് എൻ്റെ ഒരു ഇൻസ്പെക്ടർ വന്ന് എന്നോട് പറഞ്ഞത്, സാർ അയൺമാൻ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. എനിക്ക് അറിയാമല്ലോ അയൺമാൻ. അപ്പൊ അതിൽ സ്വിമ്മിങ്ങും ഉണ്ട്, സൈക്ലിങ്ങും ഉണ്ട്, റണ്ണിങ്ങും ഉണ്ട്. അപ്പം എല്ലാ ദിവസവും റൺ ചെയ്യണ്ട, ഒരു ദിവസം റൺ ചെയ്യാം, ഒരു ദിവസം സൈക്കിൾ ചെയ്യാം. അപ്പൊ സ്വിമ്മിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റണ്ണിങ്ങിലും സൈക്ലിങ്ങിലും എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ കംപ്ലീറ്റ് ഫിസിയോ പോലെ കവർ ചെയ്യുന്ന സ്വിമ്മാണ്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ആക്ച്വലി ഇത് ചെയ്യാനൊരു ആഗ്രഹം വന്നത്. അന്നിങ്ങനെ അയൺമാൻ ആവണമെന്നൊന്നും ഒരു വലിയ ഇതൊന്നുമില്ല. പിന്നെ അത് ചെയ്തു തുടങ്ങിയ സമയത്ത് നമുക്ക് ആ ഒരു ഫീൽ വന്നല്ലോ, അത് പിന്നെ ഭാഗമായിരിക്കും. അപ്പൊ ആക്ച്വലി ട്രീറ്റ്മെന്റ് കഴിഞ്ഞ സമയത്ത് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കണം. അയൺമാൻ മീൻസ് മോറോർലെസ് ഒരു ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്ന എനിക്ക് ഇഷ്ടമെങ്കിലും നമുക്ക് പറ്റില്ലായിരുന്നു പോലീസിന്റെ ജോലിയൊക്കെ വെച്ചിട്ട്. പിന്നെ അങ്ങനെ ഒരു ടൈമില്ല. ഇതിപ്പോ ഈ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ട്രെയിൻ ചെയ്യാണ്ടതുകൊണ്ട് ഞാൻ കറക്റ്റായിട്ട് എഴുന്നേക്കാനും ചെയ്യാനൊക്കെ തുടങ്ങി. അപ്പോൾ അത് ഒരു ഭാഗമായിട്ട് അയൺമാൻ ഒരു ഇവന്റിനെക്കാട്ടും കൂടുതൽ ഐ ഫീൽ ഇറ്റ് ഈസ് എ വേ ഓഫ് ലൈഫ്. ഇപ്പോഴും ബുദ്ധിമുട്ടാണെങ്കിലും ഐ ട്രൈ ടു. എത്ര നാളത്തെ പരിശീലനം കൊണ്ടാണ്? ഞാൻ എന്നിട്ട് ഫെബ്രുവരി 2022 ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 2021 കീമോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഈ മാസങ്ങളൊക്കെ ഭയങ്കര മാച്ചിങ്ങാണ്. ഫെബ്രുവരി 2022 ഞാൻ അയൺമാൻ്റെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ 13 നവംബർ 13 വരെ കണ്ടിന്യൂസ് പരിശീലനം നേടി. മത്സരം നടക്കുന്ന ഏത് ദിവസങ്ങളിലൊക്കെയാണ്? അവിടെ ഒറ്റ ദിവസം എത്ര പേര്? 1400 എവിടെ നിന്നൊക്കെയുള്ളവരാ അവര്? എല്ലാവരും ഇന്റർനാഷണൽ ഇവന്റ് 38 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വന്നു. അതിനകത്ത് നിങ്ങൾ അച്ചീവ് ചെയ്തത് എത്ര കിലോമീറ്റർ എങ്ങനെയൊക്കെയാണ്? നീന്തുന്നത് 1.9 കിലോമീറ്റർ കടലിൽ നിന്ന്. ഈ സമയത്തിനുള്ളിൽ ചെയ്യണം. അതായത് സ്ലോലി ചെയ്തിട്ട് ചെയ്യാനൊന്നുമില്ല, നമ്മൾ സ്പീഡിൽ ചെയ്യണം. എല്ലാത്തിനും കട്ട് ഓഫ് ഉണ്ട്. 1.9 കിലോമീറ്റർ സ്വിം ചെയ്ത് കഴിഞ്ഞ് ഓടി ഒരു 1 കിലോമീറ്ററോളം ഓടണം സൈക്കിളിന്റെ സ്റ്റാൻഡിന്റെ അടുത്തേക്ക്. അത് ഓടി വന്ന് സൈക്കിളിന്റെ 90 കിലോമീറ്റർ സൈക്കിൾ ചെയ്യണം. ഇവിടുന്ന് ഏതാണ്ട് തൃശ്ശൂർ എത്തി, കോഴിക്കോട് 65 എടപ്പാട് വരെ എത്തി. എന്നിട്ട് 90 കിലോമീറ്റർ സൈക്കിൾ ചെയ്ത് വന്ന് സൈക്കിൾ വെച്ച് അപ്പൊ തന്നെ 21 കിലോമീറ്റർ ഓടണം. എത്ര മണിക്കൂർ കൊണ്ട് ഇത് ചെയ്ത് തീർത്തത്? 8 മണിക്കൂർ 3 മിനിറ്റ്. അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു
എനിക്ക് 8 മണിക്കൂറിൽ ചെയ്യണമെന്നുണ്ട്, പക്ഷെ അവസാനം ഭയങ്കര ബുദ്ധിമുട്ടായി പോയി. ഭയങ്കര അതെ ഭയങ്കര ഐ എം വെരി ഹാപ്പി. എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഈ അസുഖമൊക്കെ ഈ ഒരു അയൺമാനിലേക്ക് എത്താനുള്ള ഒരു മുന്നൊരുക്കമായി? അതെ, ഞാൻ ആലോചിക്കുമ്പോൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ 1450 പേരോട് ഏറ്റുമുട്ടുക എന്ന് മത്സരിച്ച് ഈ പറഞ്ഞ 90 കിലോമീറ്റർ എന്ന കാലേജ് ഇപ്പൊ എടപ്പാളെത്തി, തലശ്ശേരി 65 കിലോമീറ്റർ കോഴിക്കോടേക്ക് ഉണ്ട്. അവിടെ കാറിൽ പോയാൽ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ 8 മണിക്കൂർ എത്തും. അപ്പോൾ തോന്നിയിട്ടുണ്ടോ അങ്ങനെ? ക്യാൻസർ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അയൺമാൻ ചെയ്യല്ലേ. അപ്പം ഈ അയൺമാൻ ആക്കാനുള്ള ഒരു പടച്ചോന്റെ മുന്നൊരുക്കായിരുന്നു ഇത്. അയൺമാൻ എന്നതിലും കൂടുതൽ ആക്ച്വലി ഐ ഫീൽ ഇപ്പോൾ ക്യാൻസർ എനിക്ക് വന്നുകൊണ്ട് എൻ്റെ പ്രാർത്ഥന ആർക്കും വരരുതെന്നാണ്. പക്ഷെ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അതിനെ ഒരു ചാലഞ്ചായി എടുക്കണമെന്നാണ്. ക്യാൻസർ വന്നതിന് ശേഷം എൻ്റെ ലൈഫ് വളരെയധികം മാറി. ഞാൻ ഭയങ്കര സ്പിരിച്വലാണ്, ഇപ്പം ഭയങ്കര ഡിസിപ്ലിൻഡാണ്, ഞാൻ ഭയങ്കര പോസിറ്റീവാണ്. എന്താ പറയുക, നമ്മുടെ വാല്യുബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. അതായത് നമ്മുടെ ശരീരം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും വാല്യുബിൾ തിരിച്ചറിഞ്ഞു. പിന്നെ എനിക്ക് വേണ്ടി തന്നെ ഞാൻ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഭക്ഷണ ക്രമീകരണങ്ങൾ മാറി, പുറത്തുനിന്നുള്ള ഭക്ഷണം വളരെയധികം കുറച്ചു, വീട്ടിലെ ഭക്ഷണം അതും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ട് ഫാമിലിയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് മനസ്സിലാക്കി. കുറേ അധികം ബുക്സ് വായിച്ചു. ഈവൻ ഞാനൊരു ലാംഗ്വേജ് പഠിക്കുക പോലും ചെയ്തു, അറബിക് ലാംഗ്വേജ് പഠിച്ചു. സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് സമയത്ത് ഐ വാസ് ഡിപ്രസ്ഡ്. നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, വീട്ടിൽ തന്നെ സ്റ്റക്കാണ്. ഞാൻ ഇതിന്റെ മുകളിൽ റൂമിലാണ് ഞാൻ. അപ്പൊ ആ റൂമിൽ നമുക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല, ആർക്കും നമ്മളതൊന്നും കാണാൻ പറ്റില്ല. കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി വളരെയധികം കുറവാണ്. അപ്പൊ നമുക്ക് ഇൻഫെക്ഷന് ചാൻസ് കൂടുതലാണ്, കോവിഡ് ഭയങ്കര കൂടുതലാണ്. അപ്പൊ എന്ത് ചെയ്യും? രാവിലെ എണീറ്റ് രാത്രി വരെ സമയം ചെലവഴിക്കണ്ടേ? അപ്പോഴാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ ഇത് വന്നത്, നമുക്ക് ഒരു ലാംഗ്വേജ് പഠിക്കാം. അപ്പം ഞാൻ പഠിക്കുന്നതിൽ എനിക്ക് ഇച്ചിരി ഇൻട്രസ്റ്റ് ഒരാളാണ്. SLC ഒക്കെ നല്ല പഠിക്കുന്ന കുട്ടിയാണ്. ഞാൻ വെച്ചെന്നാൽ അറബി പഠിക്കാമെന്ന് വിചാരിച്ചു. ലക്ഷദ്വീപിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ചെറിയൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, കാരണം അവിടെ 100% മുസ്ലിം പോപ്പുലേഷനാണ്. കുറേ അധികം ഇന്ററാക്ട് ചെയ്യാനും റിലീജിയസ് ലക്ഷദ്വീപ് നല്ല ടെൻഷൻ. ഡൽഹി ഈസ് ഡിഫറെന്റ്, ലക്ഷദ്വീപ് ഈസ് ഡിഫറെന്റ്. ഡൽഹിയിൽ ഭയങ്കര പണിയാണ്. ലക്ഷദ്വീപ് കുറച്ചും കൂടി മൈൽഡാണ്, പീസ്ഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്, ബ്യൂട്ടിഫുൾ പ്ലേസ്. കുറച്ചും കൂടി നമ്മുടെ കൾച്ചറായിട്ട് മാച്ച് ചെയ്യുന്നത്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് എല്ലാം മാച്ച് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചാൽ പിന്നെ അറബി പഠിപ്പിച്ചത്. എനിക്ക് ആക്ച്വലി ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, ഓൺലൈൻ ക്ലാസ്, ഫാത്തിമ അങ്ങനെ ഖുർആൻ എനിക്ക് എഴുതാനൊക്കെ അറിയാം, ഞാൻ നന്നായി എഴുതും. പിന്നെ വായിക്കാൻ അത്യാവശ്യം തട്ടിമുട്ടി. ഭയങ്കര ടഫായിട്ടുള്ള ലാംഗ്വേജ് ആണ്, ഭയങ്കര ടഫാണ്. ഞാൻ 1 വർഷം കണ്ടിന്യൂസ് ആയിട്ട് നന്നായി പഠിച്ചായിരുന്നു. ട്രീറ്റ്മെന്റ് കഴിഞ്ഞ് തിരിച്ചു പോയപ്പോഴും ഞാൻ കണ്ടിന്യൂ ചെയ്തായിരുന്നു. പിന്നെ അയൺമാന്റെ ട്രെയിനിങ് ഭയങ്കര ഇന്റൻസ് ആയപ്പോഴാണ് ഞാൻ നിർത്തിയത്. ഈ സാധാരണ ഈ അസുഖം വന്നാലേ ആരും അത് ആരോട് പറയാൻ ഇഷ്ടപ്പെടുന്നില്ല, പ്രത്യേകിച്ച് ക്യാൻസർ ആണെങ്കിലും പറയാൻ പണ്ട് ആളുകൾക്കൊരു താല്പര്യമില്ല. ഞാനൊരു രോഗിയാണ് എന്ന ആളുകൾ അറിയുന്നതിനോട് പൊതുവെ മലയാളികൾക്ക് താല്പര്യമില്ല. നിങ്ങളെപ്പോലെ സമൂഹത്തിൽ അത്യാവശ്യം ഈ റേഞ്ചിൽ നിൽക്കുന്ന ആളുകൾക്ക് തീരെ താല്പര്യമില്ല. എന്തുകൊണ്ട് അങ്ങനെ ഇത് ഷെയർ ചെയ്യാൻ തയ്യാറായി? ഇറ്റ്സ് എ വെരി സാഡ് സ്റ്റോറി. ഞാനും ഇതേ മാനസികാവസ്ഥയിലുള്ള ആളായിരുന്നു. അപ്പം പുറത്തറിയാൻ താല്പര്യം ഉണ്ടായിരുന്നില്ല. തല കവർ ചെയ്യാൻ, മുടി പോവുമല്ലോ, തല കവർ ചെയ്യാൻ മുടി കംപ്ലീറ്റ് പോയായിരുന്നു. മുടി വരും, അതൊന്നും ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. മുടി പോവും, പിന്നെ പുരികം പോയി, മീശയൊക്കെ പോയി. മുടി പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ മൊട്ടയായിട്ട് പോകുന്നതല്ല, മുടി പോകുന്ന ഒരു വൃത്തികെട്ട രീതിയിലാണ് മുടി പോവുക. നമ്മളിവിടെ പാച്ചസ് പോലെ, പാച്ചസ്. അപ്പൊ പിന്നെ അവസാനം ഞാനത് ട്രിം ചെയ്ത് ക്ലീൻ ഷേവ് ചെയ്തു. അപ്പം കീമോയുടെ കാലത്ത് പോകും. അപ്പം പിന്നെ നമ്മൾ തൊപ്പിയൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ പുറത്ത് പോകുന്നത്. ആരോടത്ത് ഇന്ററാക്ട് ചെയ്യാണ്ട് ദൂരെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുക. പിന്നെ പുറത്ത് പോകാനും പറ്റില്ല. അത് പറഞ്ഞാൽ ആര് വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടില്ല, വെറുതെ വീട്ടിലാണ്, ലീവിലാണ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ വളരെ പ്രിയപ്പെട്ട സെന്റ് ജോസഫ് സ്കൂളിൽ പഠിച്ച എല്ലാവർക്കും പ്രിയപ്പെട്ട ഒരു മാഷുണ്ട്, ജയൻ മാഷ്. മലയാളം പഠിപ്പിച്ച മാഷ്, എന്നെ SSLC മലയാളം പഠിപ്പിച്ച മാഷ്. ഭയങ്കര സ്നേഹമുള്ള മാഷ്. എനിക്ക് SSLC കഴിഞ്ഞ് +2 ഞാൻ PC തോമസ് സാറെടുത്ത് പ്രിപ്പയർ ചെയ്യാൻ പോകുമ്പോൾ എനിക്കന്ന് പഠിക്കാനുള്ള 3 ബുക്കുകൾ, മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും കെമിസ്ട്രീൻ്റെ ബുക്ക് ഫ്രീ ആയിട്ട് എനിക്ക് തന്നിട്ട്, മോനെ ഇതും കൊണ്ട് ബുക്കുമെന്ന് പറഞ്ഞു. ആ ബുക്ക് പഠിച്ചിട്ടാണ് ഞാൻ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പാസ്സായത്. ആ സാറ് മരണപ്പെട്ടു. സെയിം അസുഖം.
ലിംഫോമ. അപ്പോൾ എൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പുണ്ട്, സെൻറ്റ് ജോസഫ് ഗ്രൂപ്പ്, നമ്മളെ ബോയ്സ് എപ്പോഴും ആക്റ്റീവ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ് നമ്മുടെ അന്നത്തെ ഇത് മറ്റേ ബാച്ചുകാർ. അതിൽ ഈ ഒരു ഫോട്ടോ വന്നു, ഇങ്ങനെ സാറ് മരിച്ചു. അപ്പം ഇങ്ങനെ ഡിസ്കഷൻ വന്നുകൊണ്ടിരിക്കുക, അയ്യോ എങ്ങനെയാണ് നല്ല മനുഷ്യനായിരുന്നു എന്താ എനിക്ക് ഓർമ്മയില്ല. ഞാൻ വാട്ട് മെയ്ഡ് മീ ഡു ദാറ്റ് എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. ഞാൻ അപ്പം തന്നെ ആ ഗ്രൂപ്പിൽ ഞാൻ മെസ്സേജ് ഇട്ടു, ഈവൻ ഐ ആം ബാറ്റിലിംഗ് ദ സെയിം ഡിസീസ് ആൻഡ് ഐ ആം അണ്ടർ ട്രീറ്റ്മെൻറ്റ്. അപ്പോഴാണ് എൻ്റെ ആ ഒരു ഇത് ഔട്ട്ലുക്ക് മാറുന്നത്. യുനോയി ആ ദിവസം തന്നെ എന്നെ ആ 60 പേരിൽ 30 പേരോളം എന്നെ വിളിച്ചു, എൻ്റെ ഫ്രണ്ട്സ് വിളിച്ചിട്ട് എന്ത് പറ്റിയടാ, പേടിക്കണ്ട, നമ്മളൊക്കെ നിൻ്റെ കൂടെ ഉണ്ട്. അപ്പോൾ ആ ഒരു വെൻ സംബഡി വാണ്ട്സ് യു ടു ബി ബാക്ക്, അപ്പം നമുക്ക് മനസ്സിലായി നമ്മുടെ വേൾഡിൽ എത്രത്തോളം നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, അതിനുശേഷം ആ ഒരു ദിവസത്തിന് ശേഷം ആ എൻ്റെ സെൻറ്റ് ജോസഫിലെ എൻ്റെ ഫ്രണ്ട്സ് കുറേ പേരുണ്ട്, ജയശങ്കർ, ഇവിടെയുള്ള ഷാനിച്ച്, പിന്നെ കുറേ പേരുണ്ട്, അവരൊക്കെ വിളിച്ചു എന്നെ, പ്രഗീത്ത്, പേര് പറയുകയാണെങ്കിൽ കുറേ പേരുണ്ട്, എല്ലാവരും എന്നെ വിളിച്ചു, നിതിൻ വിദേവ്, ഇവരൊക്കെ വിളിച്ചു. ഇവർ വിളിച്ചപ്പം ആക്ച്വലി അവർക്ക് വിഷമം ഉണ്ടായിരുന്നു. ഓക്കെ, മോഹൻ എൻ്റെ കൂടെ തന്നെയുള്ള മോഹൻ ആക്ച്വലി ഇതേപോലത്തെ ഒരു സിറ്റുവേഷൻ തരണം ചെയ്യപ്പെട്ട ഫേസ് ചെയ്തതാണ്. അപ്പം അവരൊക്കെ എന്നെ വിളിച്ചപ്പം എനിക്ക് ആക്ച്വലി മനസ്സിലായി, നമ്മളിത് ഹൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ ഷുഡ് ഐ? ബിക്കോസ് ദർ ആർ പീപ്പിൾ. നമ്മൾ സ്റ്റിഗ്മ, നമ്മളെ തെറ്റല്ലല്ലോ, നമ്മൾ ചെയ്തിട്ട് വന്നതല്ലല്ലോ, ഇത് വന്നതല്ല. അന്ന് മുതൽ ഞാൻ എല്ലാവരോടും ഓപ്പൺ ആയിട്ട് പറയുന്നത് കാര്യങ്ങൾ പറയാൻ. എപ്പോഴെങ്കിലും ഇതൊന്നും ആരോടും പറയണ്ടായിരുന്നു എന്ന് പിന്നീട് തോന്നിയിട്ടുണ്ടോ? ഇല്ല. അതിനുശേഷം ഞാൻ 2-3 ന്യൂസ് പേപ്പറിൽ ആർട്ടിക്കിളും ഞാൻ എഴുതിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങളത് പറയണം. അത് ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ തന്നെ അവർ വിളിച്ചിട്ട് നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് നിങ്ങളെ അസുഖത്തിൽ എന്താ പറയുക, ഇപ്പൊ ആരെങ്കിലും നമ്മൾ അറിയുന്ന ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ അവരെ വിളിക്കുന്നത് നല്ലതാണെന്നും കൂടി ഞാൻ 1-2 ആർട്ടിക്കിൾസ് പോലും ഞാൻ ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി എന്താണ് ഒരു എയിം, എന്താണ് നല്ല ഒരു IPS കാരെന്നുള്ള ആൾക്ക് ജോലി സ്ഥലത്ത് നിങ്ങളിപ്പം DIG ആവും, IG ആവും, ഒരു സ്റ്റേറ്റിന്റെ DGP ആയിട്ട് നമുക്ക് നാളെ മാറാം. അതിനപ്പുറത്തേക്ക് മനസ്സിൽ കാണുന്ന ഒരു സ്വപ്നം, കാരണം ഈ കടന്നു വന്ന വഴികൾ അത്ര എളുപ്പമല്ല. ഇത്ര സ്വസ്ഥമായിരുന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും നിങ്ങൾ കടന്നുപോയ വഴികളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞു വരുമ്പോൾ തന്നെ എൻ്റെ ഒരു സഹോദരി ക്യാൻസർ ബാധിച്ച് 3 മാസം കൊണ്ട് മരിക്കുമെന്ന് പറഞ്ഞിട്ട് ഞാൻ MCC കൊണ്ടുവന്ന 6 വർഷം അവൾ ജീവിച്ചതാണ്. ഏറ്റവും ഫോർസയിൽ നമ്മൾ അറിയുന്നത്. അതുകൊണ്ട് MCCയെ കുറിച്ച് നിങ്ങളെപ്പോലെ തന്നെ ലേക്ക് ഷോറിലേക്ക് കൊണ്ടുപോകണമെന്ന് എൻ്റെ വീട്ടുകാർ മുഴുവൻ പറഞ്ഞപ്പോഴും നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ ഡോക്ടർ സതീഷൻ ബാലസുബ്രഹ്മണ്യം എന്ന ഒരു മനുഷ്യനായിട്ട് കൺസൾട്ട് ചെയ്തപ്പോൾ ഇവിടെ തന്നെ മതി എന്ന് തീരുമാനിച്ച് ട്രീറ്റ് ചെയ്ത ഒരാളാണ് ഞാൻ. അപ്പോൾ ഒന്ന് ക്യാൻസറിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണ പണ്ടൊക്കെ പറയും. ഞങ്ങൾ ഈ അടുത്ത ദിവസം ക്യാൻസറിൻ്റെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു, ഞാനത് പറഞ്ഞിട്ടുണ്ട്, ചികിത്സിച്ചാലും മരിക്കും, ചികിത്സിച്ചില്ലെങ്കിൽ മരിക്കും, അങ്ങനൊരു ധാരണയാണ് നമുക്കുണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ അതിനകത്ത് തന്നെ പറയുന്നുണ്ട്, അനുകമ്പയുള്ള ഒരു മുഴയും വളരെ ക്രൂവലായിട്ടുള്ള മുഴയും. ഇങ്ങനെ മുഴകളെയൊക്കെ നമ്മൾ തരംതിരിച്ചിട്ട് ഇന്നും എത്ര ക്യാൻസറുകൾ മനുഷ്യന് വരും എന്നുള്ളത് പറയാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കടന്നു പോകുന്നത്. അപ്പോൾ ഇത്രയും ജീവിതത്തിലെ ഈ പ്രതിസന്ധികളിലൂടെ കടന്നു വന്നിട്ട് ഇങ്ങനെ ഇരിക്കുക നിങ്ങളിപ്പോൾ. ദൈവങ്ങളോടൊക്കെ നന്ദി പറഞ്ഞ് നല്ലൊരു വിശ്വാസിയായിട്ട് എന്താണ് നിങ്ങളുടെ ഒരു സമൂഹത്തോട് നിങ്ങൾക്ക് പറയാനുള്ളത്? നിങ്ങളുടെ മനസ്സിൽ രൂപപ്പെടുന്ന ആശയങ്ങൾ എന്താണ്? എനിക്ക് ഒരു മെസ്സേജ് എനിക്ക് ഏറ്റവും പറയാനുള്ളത്, ഞാനിപ്പോൾ പറയാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എൻ്റെത് ക്യാൻസർ സ്ഥിരീകരിച്ചു. ബയോപ്സി കഴിഞ്ഞിട്ട് ഇറ്റ് വാസ് കൺഫേം ദാറ്റ് ഇറ്റ് ഈസ് ക്യാൻസർ. അപ്പോൾ ക്യാൻസർ സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ അടുത്ത നമ്മൾ ചെയ്യേണ്ടത് ഏത് സ്റ്റേജാണെന്ന് അറിയണം. സ്റ്റേജാണെന്ന് അറിയുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് പെറ്റ് സ്കാൻ ചെയ്യും. അപ്പം അന്ന് ഈ MCC ആയിട്ടൊന്നും ബന്ധമില്ല. അന്ന് ഈ കണ്ടുപിടിക്കാനുള്ള തത്രപ്പാടിലാണ്. അപ്പോൾ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തന്നെയാണ് അന്ന് ബേബി എന്നാണ് ഞാൻ ഫസ്റ്റ് പെറ്റ് ചെയ്യുന്നത്. MCനെ പറ്റി ചിന്തിക്കുന്ന പോലുമില്ല. നമുക്ക് ക്യാൻസറിന് എന്താ ട്രീറ്റ്മെൻറ്റ് എന്താണെന്ന് അറിയാനുള്ള ഒരു തത്രപ്പാടിലാണ്. അപ്പം ബേബിന്നാണ് ബയോപ്സി ചെയ്തത്, മിംസ് എന്ന് മറ്റുമാണെന്ന് തോന്നുന്നു. അത് കഴിഞ്ഞ് ബേബിന്നാണ് ഇത് പെറ്റ് ചെയ്യുന്നത്. ബേബിയിൽ പെറ്റ് ചെയ്യാൻ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അന്ന് മലപ്പുറത്തു നിന്നുള്ളൊരു കപ്പിൾ വന്നു. ആ ചേട്ടൻ മറ്റേ ഇതിൻ്റെ എന്താ പറയുക, കല്ലുവെട്ടുകാരനായിരുന്നു. അപ്പം പുള്ളി അന്ന് സ്കാൻ ചെയ്യാൻ ഉള്ളിലിരിക്കുന്ന സമയത്ത് പുള്ളിക്കാരൻ്റെ ഭാര്യ, പുള്ളിക്കാരി പുറത്ത്, ഒരു ഇത്താത്തയാണ്, പുള്ളിക്കാരി പുറത്ത് വെയിറ്റ് ചെയ്യുമ്പോൾ ഞാൻ അവിടെ എൻ്റെ ടേണിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ അവർ കുറേ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം അയാളൊരു 5-6 അടി ഉയരമുള്ള മനുഷ്യനാണ്, നല്ല തടിമുടുക്കുള്ള മനുഷ്യനാണ്. പുള്ളിക്കാരി തന്നെ പറയാണ്,
നല്ലോണം പണിയെടുത്ത് പെട്ടെന്നൊരു കാലത്ത് പെട്ടെന്ന് അങ്ങ് മെലിഞ്ഞ് ഇതായി. ഇപ്പോൾ വയറിന് ക്യാൻസറാണ്. ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫൈറ്റിൻ്റെ ഇടയ്ക്ക് ഈ സ്കാനിന് വേണ്ടി വന്നതാണ്. അന്ന് ആ ലേഡി എന്നോട് പറഞ്ഞൊരു ഇതുണ്ട്, മോനെ ഇവിടെ നീ തോറ്റുപോകരുത് എന്ന്. മനസ്സിൽ നീ തോറ്റു പോകുന്നു അന്ന് ഇത് നിന്നെ അന്ന് നിന്റെ കാര്യം അന്ന് പിന്നെ നീ തിരിഞ്ഞു നോക്കണം. നിങ്ങൾക്ക് ക്യാൻസർ രോഗികൾ പറയാനുള്ളത് മനസ്സിൽ ഒരിക്കലും എത്ര വേഴ്സ്റ്റ് സിറ്റുവേഷൻസ് ഇൻ ദ ലൈഫ് വന്നാലും, ക്യാൻസർ എന്നുള്ളത് ഒരു എക്സാമ്പിൾ മാത്രമാണ്. ക്യാൻസർ എന്ത് വന്നു കഴിഞ്ഞാലും ശരി, കാരണം നമുക്ക് 2 ഓപ്ഷനുള്ളൂ, ഒന്നിക്ക് ജീവിക്കുക അല്ലെങ്കിൽ മരിക്കുക. ഓക്കെ, മരിക്കുന്നുള്ളത് ഭയങ്കര മോശമായിട്ടുള്ള നമുക്ക് നമ്മുടെ സ്വയം ലൈഫ് എടുക്കാനുള്ള അവകാശമില്ല. ജീവിക്കുന്ന നമ്മൾ എന്ത് സിറ്റുവേഷൻസ് വന്നാലും ശരി, ഫൈനാൻഷ്യൽ ആണെങ്കിലും ശരി, നമുക്ക് കരിയറിലായാലും ശരി, ഇപ്പോൾ ഹെൽത്ത് ആണെങ്കിലും ശരി, യു ഷുഡ് നെവർ എവർ 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 ഗിവ് അപ്പ്. ഒരിക്കലും തോറ്റു പോകാനേ പാടില്ല. കാരണം എപ്പോഴെങ്കിലും ഒരിക്കലും അത് മാറി നമുക്ക് ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ പറ്റും. സമയം നമ്മുടെ തീർന്നിരിക്കുകയാണ്. സമയം ഇനിയും വേണം. നിതിൻ വത്സനോട് കുറേയും കൂടി സംസാരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. കാരണം ശരാശരി മലയാളി നിസ്സാര വിഷയങ്ങൾ വരുമ്പോൾ ഉടൻ പോയി ഒന്നുമില്ലെങ്കിൽ തൂങ്ങിച്ചാവും, അല്ലെങ്കിൽ കെട്ടിച്ചാടും, അല്ലെങ്കിൽ പോയി ട്രെയിനിൻ്റെ വില വെക്കും. ഇനി ഒന്നും നടക്കുന്നില്ലെങ്കിൽ ലഹരിക്ക് അടിമയായിട്ട് ജീവിതം തീർക്കും, ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും പെരടിക്ക് പോയി കയറും. ഇതൊക്കെയാണ് ശരാശരി മനുഷ്യർ കാട്ടിക്കൂട്ടാറ്. ഇത് നമുക്കൊരു വലിയ അനുഭവമാണ്. എത്ര നന്നായിട്ട്, എത്ര രസകരമായിട്ടാണ് അദ്ദേഹം ആ ഒരു ജീവിതത്തെ ക്രമപ്പെടുത്തിയത്. ഇത് നമ്മൾ ഓരോ മനുഷ്യർക്കും ഒരു മാതൃകയാണ്. ഞാൻ തുടക്കത്തിൽ ക്യാൻസർ ആണെന്ന് പറയാതെ തന്നെ തുടങ്ങിയത് ഇതിലൂടെ അങ്ങ് കടന്നു വരിക എന്നുള്ള നിലക്ക് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ അക്കാഡമിക് അനുഭവങ്ങൾ പങ്കുവെക്കാൻ നമുക്ക് സമയം കിട്ടിയില്ല. അദ്ദേഹം സിവിൽ സർവീസിൽ 10 വർഷം പൂർത്തിയാക്കിയിരിക്കുന്നു. ആ 10 വർഷത്തിലൂടെ കടന്നു പോകേണ്ടതുണ്ട്. കാരണം സിവിൽ സർവീസ് വലിയൊരു അധ്യായമാണ്. ഇതിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഇനി അദ്ദേഹം ഒരു സ്റ്റേറ്റിൻ്റെ IG-യും DGP ആകുമ്പോൾ വീണ്ടും നമുക്ക് വരാം കണ്ണൂരിന് വേണ്ടി. പക്ഷേ ഇതിൽ നിന്ന് നമ്മളൊരു പാഠം പഠിക്കേണ്ടതുണ്ട്. തോൽക്കരുത്. എങ്ങനെ? മനസ്സുകൊണ്ട്. ഏത് പ്രതിസന്ധിയെയും നമുക്ക് അതിജീവിക്കാൻ നിതിൻ വത്സനെ പോലുള്ള യുവാക്കൾ നമുക്കൊരു മാതൃകയാണ്, ഒരു പാഠമാണ്. ഇത്രയും വിലപ്പെട്ട സമയം ഞങ്ങൾക്ക് വേണ്ടി തന്ന നിതിൻ വത്സനെ കണ്ണൂർ വിഷൻ്റെ നന്ദി, നമസ്കാരം.